അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വഅൻത അർഹമുർ റഹീമീൻ. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാഡമിയിലെ കേട്ടറ്റ് പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു PYQ ഡിസ്കഷനിലേക്ക് ഹാർദമായ സ്വാഗതം. 2024 ജൂൺ മാസത്തിൽ നടന്ന കേട്ടറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ ആദ്യ ദിനത്തിലാണ് നമ്മളുള്ളത്. അതിൽ അറബിക് ഭാഗവുമായി ബന്ധപ്പെട്ട് അതിലെ ലിറ്ററേച്ചർ ഏരിയയിലെ ജാഹിലി, ഇസ്ലാമിക് ആൻഡ് ഉമവി ഭാഗങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്കഷനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 എക്സാമുകളാണ് സ്വാഭാവികമായിട്ടും നടക്കാറുള്ളത്. അറബിക്കിൽ കാറ്റഗറി 3യും അതുപോലെ തന്നെ കാറ്റഗറി 4ഉം. ഇതിൽ എക്സാം എഴുതിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇനി പുതുതായി എക്സാം എഴുതാനിരിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ മത്സരങ്ങളുടെ ലോകത്താണ് നമ്മളുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആരാണോ മത്സരത്തിൽ മുന്നിലെത്തുന്നത് അവർക്കാണ് എവിടെയും വിജയം ഉണ്ടാവുക. അതറിയുന്നവരാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ അടുത്തൊരു എക്സാമിന് നമ്മുടെ മുമ്പിൽ ഒരു 5-6 മാസങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പം ആ അർത്ഥത്തിൽ നേരത്തെ നമ്മൾ പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനോട് അടുക്കുമ്പോഴേക്ക് എല്ലാ ഭാഗവും നന്നായി റിവിഷൻ ചെയ്യാനും അതുപോലെ തന്നെ എക്സാം ഹാളിൽ വളരെ ഫ്രീ മൈൻഡോട് കൂടിയിട്ട് പോകുവാനും എഴുതുവാനുമൊക്കെ സാധിക്കും. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൂടിയുള്ള ആദ്യത്തെ ഒരു സംരംഭം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പഠന തുടക്കം എന്ന രൂപത്തിലാണ് നമ്മൾ ഈ ഒരു PYQ ഡിസ്കഷൻ ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ അതോടുകൂടെ ഇനി സ്വന്തമായി നമ്മുടെ കോച്ചിങ്ങിൽ പഠിക്കാത്ത, സ്വന്തമായി കേട്ടിട്ടൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ ഒരു ഡിസ്കഷൻ പ്രയോജനപ്പെടും. കാരണം ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും നമുക്ക് പരമപ്രധാനമായി ഉണ്ടാവേണ്ടത് 2 കാര്യങ്ങളാണ്. നമ്മൾ ഏതൊരു എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന്റെ സിലബസ് നമുക്ക് കൃത്യമായി അറിയണം. ആ സിലബസ് ഓറിയന്റഡ് ആയ ഒരു പഠനമാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ എത്ര നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയി പഠിച്ചാലും ഏത് രൂപത്തിൽ ക്വസ്റ്റ്യൻ വരുന്നു എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. കാരണം എല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കുക എന്നുള്ളത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഒരിക്കലും പ്രായോഗികമായ കാര്യമല്ല. മാത്രവുമല്ല അത് ബുദ്ധിപൂർവമായ കാര്യവുമല്ല. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. അപ്പം അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മുമ്പ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. ആ അർത്ഥത്തിലാണ് ഇപ്പോൾ അവസാനമായി കഴിഞ്ഞ ഈ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യനും ആൻസറും പറഞ്ഞു പോവുക എന്നതിലുപരി ആവശ്യമായ ക്വസ്റ്റ്യന് അല്പം വിശദീകരണം നൽകിക്കൊണ്ടായിരിക്കും നമ്മുടെ ഡിസ്കഷൻ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പേപ്പറിൽ അറബിക്കിന്റെ ലിറ്ററേച്ചർ എന്ന ഭാഗത്ത് നിന്ന് തന്നെ സ്പെസിഫിക് ആയി ഒരു ആദ്യ ഏരിയ എന്ന നിലയിൽ ഈ ഒരു 3 ഭാഗം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ജാഹിലി, ഇസ്ലാമിക് ആൻഡ് ഉമവി എന്ന ആ ഒരു 3 ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം അതിൽ ഈ 2 എക്സാമിലും ജാഹിലി, ഇസ്ലാമിക് ഈ 2 ഏരിയയിൽ നിന്നാണ് ഇപ്രാവശ്യം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് ഉമവി ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ആ ഭാഗത്ത് നിന്ന് ഈ എക്സാമിന് കാര്യമായി ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. സാധാരണഗതിയിൽ എപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ള ഏരിയയാണ്. അപ്പൊ അതും പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതൊരു ഹെഡിങ് നമ്മുടെ മനസ്സിലുണ്ടാവണം എന്ന നിലയിൽ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് ഏതായിരുന്നാലും ഇനി ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നമുക്ക് രണ്ടും മിക്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം കാലത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ ജാഹിലി ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്
ഈ കാറ്റഗറി 4 അതുപോലെ തന്നെ കാറ്റഗറി 3 ഈ രണ്ട് ഭാഗത്തു നിന്ന് വന്നവ നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം നമുക്ക് അറിയുന്നതാണെങ്കിലും അല്ലെങ്കിലൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആൻസറുകൾ വരുന്നുണ്ട്. പരമാവധി എല്ലാവരും ആൻസർ ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു ആൻസർ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകൾക്ക് അറിയാം. പുതുതായി ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നമുക്കൊരു പക്ഷെ അറിയുന്ന ആൻസറുകളാവാം ഇവിടെ വരുന്നത്, ഇനി അറിയാത്തവയുമാവാം. അപ്പൊ അറിയുന്നവയാണെങ്കിൽ നമുക്കതൊന്നുകൂടി ഓർമ്മിച്ചെടുക്കുവാനും, അറിയാത്തവയാണെങ്കിൽ ഒരു പക്ഷെ നമ്മളിവിടെ ആൻസർ ചെയ്താൽ തെറ്റിയേക്കും. പക്ഷെ ആ തെറ്റിയ ആൻസർ പിന്നെ നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. കാരണം ഇത്രയും ആളുകൾക്കിടയിലാണ് നമ്മൾ തെറ്റിക്കുന്നത്. അപ്പൊ പിന്നെ ആ പോയിന്റ് നമ്മുടെ മനസ്സിൽ അവിടെ സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസ്കഷനിൽ നമ്മൾ പങ്കെടുക്കുന്നത് നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നിങ്ങൾ ലൈവായി കൂടെ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് അറിയുന്നതാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഒന്ന് വായിച്ച് ആൻസർ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാവുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ലൈവ് ഡിസ്കഷൻ പ്രയോജനപ്പെടുക എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. ശരി, അപ്പൊ എല്ലാവരും ഇവിടെ ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ എ തന്നെയാണ്. അൽ ഇഅറാബ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ആൻസർ. എന്ന് വെച്ചാൽ അറബി ഭാഷ മറ്റു ഭാഷകളിൽ നിന്നും വ്യതിരിക്തമാവുന്നത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതില് നമ്മൾ അറബി ഭാഷയുടെ പ്രാധാന്യം പറയുന്ന ഭാഗത്തൊക്കെ പറയുന്നതാണ് ആദ്യമായി എണ്ണാറുള്ളത് ഇഅറാബ് തന്നെയാണ്. കാരണം മറ്റു ഭാഷകളിൽ നിന്ന് ഏറെ ഈ ഒരു ഭാഷയെ വ്യതിരിക്തമാക്കുന്നത് ഇഅറാബാണ്. ഇഅറാബിന്റെ അവസ്ഥകൾ ഏതൊക്കെയാണ് ഒന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ അറിയിക്കാം. ഇഅറാബ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് ഇഅറാബിന്റെ അവസ്ഥകളായിട്ട് സാധാരണഗതിയിൽ എണ്ണാറുള്ളത് ഒന്ന് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ അറിയുന്ന ആളുകൾക്ക് അറിയിക്കാം. അപ്പൊ അതില് ഇഅറാബ് എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് മറ്റു ഇപ്പോ മുഫ്രദാത്തുകളുടെ വിഷയം എടുത്ത് നോക്കിയാൽ ഒരു പദത്തിന് മറ്റു പര്യായ പദങ്ങൾ ധാരാളം അറബി ഭാഷയുടെ മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി വരുന്നു എന്നുള്ളത് ഈ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മുഷ്തഖാത്തുകൾ, മുഷ്തഖാത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു കിതാബത്ത് എന്ന് പറഞ്ഞാൽ എഴുത്ത് എന്നുള്ളതാണ്. ആ ഒരു കിതാബത്ത് എന്ന മസ്ദറിൽ നിന്നും ഒരുപാട് വകഭേദങ്ങൾ ഈ ഒരു ഭാഷയുടെ പ്രത്യേകത എന്നോണം വന്നതായിട്ട് നമുക്ക് കാണാം. ഒരൊറ്റ പദത്തിൽ നിന്ന് തന്നെ വ്യത്യസ്ത രൂപങ്ങൾ ഇതിൽ നിന്ന് നിഷ്പന്നമായി വരുന്നു എന്നുള്ളതൊക്കെ അറബി ഭാഷയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഈ അറാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യസ്തമായ അവസ്ഥകളാണ്. അറബി ഭാഷയിലെ പദങ്ങളുടെ അവസാനത്തിൽ വരുന്ന മാറ്റങ്ങൾക്കാണ് സാധാരണ ഈ ഒരു ഇഅറാബ് എന്ന് പറയുന്നത്. അതെ, എല്ലാവരോടും ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നസ്ബ്, ജർറ്, ജസ്മ്, അതേപോലെ തന്നെ റഫ്അ്, ഇങ്ങനെ 4 അവസ്ഥകളാണുള്ളത്. അതില് ജസ്മ് അതേപോലെ തന്നെ ജർറ്, ഇവ രണ്ടും മാത്രമാണ് രണ്ടിൽ എന്ത് ചെയ്യുക പിന്നെ ഇവിടെ പരിമിതപ്പെടുക. എന്ന് വെച്ചാൽ ഇപ്പോ ജർറ് വരാത്തത് ഏതിലാണ്? ജർറ് ഏതിലാണ് വരാത്തത്? വേഗം പറയും. അതെ, ജർറ് വരാത്തത് ഫിഅലിലാണ്. ജർറ് വരാത്തത് ഫിഅലിലാണ്. പിന്നെ ജർറ് വരുന്നത് ഫിഅലിൽ ഇസ്മിലാണ്, വരാത്തത് ഫിഅലിലാണ്. അതേപോലെ തന്നെ ജസ്മ് വരുന്നത് ഫിഅലിലാണ്, അതൊരിക്കലും ഇസ്മിൽ വരികയില്ല. അപ്പോ ജർറ് എന്ന് പറയുന്നത് പിന്നെ ഇസ്മിലും ജസ്മ് എന്ന് പറയുന്നത് ഫിഅലിനും മാത്രമായി വരുന്നതാണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഇതില് രണ്ടിലും വരുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് കൊണ്ട് ഓരോ അവസ്ഥകൾക്കനുസരിച്ച് കൊണ്ട് അർത്ഥങ്ങൾ വ്യത്യാസപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അറബി ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതല്ലാത്ത ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഇതുൾപ്പെടെ. അപ്പൊ ഈ ഒരു ചോദ്യം സാധാരണഗതിയിൽ വരാറുള്ളത് നമുക്കിപ്പോ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയയാണ് അസ്ലുൽ ലുഗ അൽ അറബിയ. ഏത് നമ്മുടെ സിലബസ്, കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ സിലബസ് എടുത്തു നോക്കിയാലും അത് വരുന്ന ഭാഗമാണ് അസ്ലുൽ ലുഗ അൽ അറബിയ. അപ്പൊ മിക്കവാറും എക്സാമുകളിലൊക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതില് ഒന്നിപ്പോ ഇതേപോലെ അറബി ഭാഷയുടെ ഒറിജിൻ പറയുമ്പോൾ അതിന്റെ പ്രത്യേകത സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. അപ്പൊ ആ അർത്ഥത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ അതേപോലെ സാധാരണ നമ്മൾ പറഞ്ഞ പോലെ
അസ്ലുൽ ലുഗ അൽ അറബിയ എന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടാവാറുണ്ട്. ഇപ്പോ ഈ ജൂൺ മാസത്തിൽ തന്നെ നടന്ന നെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യവും കൂടെ ഇതിനോട് അനുബന്ധമായി ഇവിടെ കാണിക്കുകയാണ്. ഇപ്പൊ നോക്കൂ, ഇവിടെ ചോദിച്ചത് ഖബല ളുഹൂരിൽ ഇസ്ലാം കാനത്ത് ലുഗത്തുൽ യമൻ അൽ ഖദീമ. ഇതൊന്ന് അറിയുന്നതാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം. ഓക്കെ ഓക്കെ, ആൻസറുകൾ വരുന്നുണ്ട്. തെറ്റിയാൽ പ്രശ്നമല്ല കേട്ടോ, നിങ്ങൾ ധൈര്യമായിട്ട് ആൻസർ ചെയ്യാം. അതായത് ഇസ്ലാം വരുന്നതിന് മുമ്പ് യമനിലെ ഭാഷ ഏതായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, യമൻകാരുടെ പണ്ടേക്കും പണ്ടേയുള്ള ഭാഷ എന്ന് പറയുന്നത് അൽ ലുഗ അൽ ഖഹ്ത്വാനിയയാണ്. ലുഗത്തുൽ ഖഹ്ത്വാനിയ. എല്ലാവരും ആൻസർ ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആണ്. അപ്പോ ഈ അസ്ലുൽ ലുഗ അൽ അറബിയ എന്നതുമായി ബന്ധപ്പെട്ട് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവിടെ മനസ്സിലാക്കാനുള്ളൂ. അപ്പൊ അത് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഭാഗം ഒന്ന് നോക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായി ക്ലാസ്സുകൾ വരും, ആ സമയത്ത് മനസ്സിലാക്കാം. അപ്പൊ ജസ്റ്റ് ഒരൊറ്റ കാര്യം മാത്രം ഓർമ്മപ്പെടുത്താണ്. അറബികളുടെ അസ്ല് പറയുന്നിടത്ത് അറബികളെ രണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചരിത്രകാരന്മാർ വിഭജിക്കുന്നത്. അതിലിപ്പോ ഇവിടെ ഖഹ്ത്വാനിയങ്ങളുടെ അസ്ലാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ പറഞ്ഞത് അവര് യഥാർത്ഥത്തിൽ ഈ ഖഹ്ത്വാനിയങ്ങൾ എന്ന് പറയുന്നത് യമൻകാരാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഭാഷ സംസാരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് അദ്നാനീയങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് വിഭാഗമാണുള്ളത്, അൽ ഖബാഇൽ അദ്നാനിയ, അതേപോലെ തന്നെ അൽ ഖബാഇലുൽ ഖഹ്ത്വാനിയ. ഇതില് രണ്ട് വിഭാഗത്തെ കുറിച്ചും അറബി ഭാഷ പഠിച്ച ആളുകൾ എന്ന നിലയിൽ നമുക്ക് അറിയാവുന്നവരാണ്. എന്ന് വെച്ചാൽ ഖഹ്ത്വാനിയൂൻ എന്ന് പറയുമ്പോൾ അത് ഈ അറബി ഭാഷയുടെ പിതാവായി നമ്മൾ സാധാരണ എപ്പോഴും എണ്ണാറുള്ള ഒരാളിലേക്കാണ് അതിന്റെ അസ്ല് ചെന്നെത്തുന്നത്. ആരാണത്? പലപ്പോഴും ചോദിക്കുന്നതാണ്, കേട്ടിട്ടുണ്ടൊക്കെ. അതെ, യഅ്റബ് ഇബ്നു ഖഹ്ത്വാൻ അല്ലെ, യഅ്റബ് ഇബ്നു ഖഹ്ത്വാൻ. അദ്ദേഹത്തിലേക്കാണ് ഈ ഒരു ഖഹ്ത്വാനിയങ്ങളുടെ അസ്ല് ചെന്നെത്തുന്നത്. അപ്പൊ അവർ എന്ന് പറയുന്നത് ഈ ഒരു യമൻകാരാണ് അവർക്ക് കീഴിൽ, അല്ലെങ്കിൽ ഈ ഒരു കബയിലകൾക്ക് കീഴിൽ കാര്യമായി വരുന്ന വിഭാഗം. പിന്നെ അതിലിപ്പോ വേറെ ചില സബ് ഗോത്രങ്ങൾ അല്ലെങ്കിൽ വേറെ ചില ഗോത്രങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് യമൻകാരാണ് ഈ ഖഹ്ത്വാനിയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവർ തന്നെയാണ് അൽ ആരിബ എന്ന ഗണത്തിൽ വരുന്നത്. ഇനി അദ്നാനീയങ്ങളെ പറയുമ്പോൾ അൽ മുസ്തഅരിബ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരിക. ഇവരെ രണ്ടുപേരെയും നമുക്ക് ഒന്നിപ്പോ അറബു ഷിമാലും മറ്റൊന്ന് അറബുൽ ജനൂബുമായിട്ട് എണ്ണാവുന്നതാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം അൽ ഖബാഇൽ അദ്നാനിയ എന്ന് പറയുന്ന വിഭാഗം അവര് അറബു ഷിമാലാണ്. എന്ന് വെച്ചാൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ് അവരുടെ പരമ്പര ചെന്നെത്തുന്നതായിട്ട് പറയപ്പെടുന്നത്. അപ്പോ അവര് അറബു ഷിമാലാണ്, അൽ ഖബാഇലുൽ അദ്നാനിയീൻ. ഇനി അൽ ഖബാഇലുൽ ഖഹ്ത്വാനിയൂൻ അവര് അറബുൽ ജനൂബുമാണ്. ഇത് രണ്ടും ഇങ്ങനെ തന്നെ മനസ്സിലാക്കുക. പലപ്പോഴും ചോദിക്കാറുണ്ട് അറബു ഷിമാൽ ആരാണ്, അതേപോലെ തന്നെ അറബുൽ ജനൂബ് ആരാണ് എന്ന് വെച്ചാൽ, ജനൂബ് എന്ന് വെച്ചാൽ സൗത്ത് അല്ലെ, തെക്ക്. അതേപോലെ തന്നെ ഷിമാൽ എന്ന് പറയുമ്പോൾ നോർത്ത് ആണ്, വടക്ക്. അപ്പോ ഈ രണ്ട് വിഭാഗമാണ് ഇതിന്റെ അസ്ലായി പറയുമ്പോൾ സാധാരണഗതിയിൽ എപ്പോഴും എണ്ണാറുള്ളത്. ഇതിൽ സാന്ദർഭികമായി ചോദിക്കാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, വിശുദ്ധ ഖുർആൻ അവതീർണമായ ഭാഷ എന്ന് പറയുന്നത് ലുഗത്തു ഖുറൈശാണ്. അപ്പൊ ഈ ഖുറൈശികളുടെ ഭാഷ അല്ലെങ്കിൽ ആ ഒരു ലഹ്ജയൊക്കെ വരുന്നത് ഇതിൽ ഏത് വിഭാഗത്തിലാണ് എന്ന് വെച്ചാൽ, അദ്നാനീയങ്ങളിലാണോ അതല്ല ഖഹ്ത്വാനിയങ്ങളിലാണോ, ഏതിലാണ്? അല്ലെങ്കിൽ അറബു ഷിമാലിലാണോ അറബുൽ ജനൂബിലാണോ, ഏതിലാണ് വരിക? ഖുറൈശ്. ഓക്കെ, അതെ, അദ്നാനീയങ്ങളിലാണ്. എന്ന് വെച്ചാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു സന്താന പരമ്പരയിൽ വരുന്ന അവര് ഇപ്പോ യമനിലാണ് എന്ന് നമ്മൾ മറ്റത് പറയുമ്പോൾ ഇവർ കാര്യമായിട്ടും ഹിജാസ് ഉൾക്കൊള്ളുന്ന ആ ഒരു നജ്ദ്, അൻബാത്ത് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ വരുന്ന ആ ഒരു ഏരിയയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു അദ്നാനീയങ്ങളുടെ ഭാഷ നിലകൊണ്ടിരുന്നത്, അറബ് ഷിമാൽ. അപ്പോ ആ ഗണത്തിലാണ് ഖുറൈശ് ഗോത്രം ഒക്കെ വരുന്നത്.
വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള ഭാഷ അല്ലെങ്കിൽ ലഹ്ജ എന്ന് പറയുന്നത് ഈ ഒരു ലുഗത്തു ഖുറൈശാണ് എന്നുള്ളത് കൊണ്ട് അതുകൂടി ഇതിനോടനുബന്ധമായി നമ്മൾ ഓർത്തു വെക്കുക. ശരി, ഇനി അടുത്തൊരു ചോദ്യം. തുഅറഫുൽ മുഅല്ലഖാത്ത് ഐളൻ ബി. മുഅല്ലഖാത്ത് അറിയപ്പെടുന്നു താഴെ കൊടുത്ത ഏതോ ഒരു പേരിൽ കൂടി മുഅല്ലഖാത്ത് അറിയപ്പെടുന്നു. അത് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ശരി, എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. എന്ന് വെച്ചാൽ അൽ മുദഹബാത്ത്, അല്ലെ, മുദഹബാത്ത് എന്നുള്ള പേരിൽ കൂടി മുഅല്ലഖാത്ത് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ മുഅല്ലഖാത്ത് എന്ന് പറയുന്നത് ജാഹിലി കാലഘട്ടത്തിലെ വളരെ പ്രസിദ്ധമായ ഖസീദകളാണ്. അപ്പൊ അതിന്റെ ഒരു വിശേഷണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഓപ്ഷൻ എ. കാരണം ചിലയിടങ്ങളിൽ ഈ മുഅല്ലഖാത്തിനെ മുത്തവ്വലാത്ത് എന്ന രൂപത്തിൽ കൂടി പറഞ്ഞതായിട്ട് കാണാം. അപ്പൊ അത് ഒരു വേറൊരു പേരായിട്ടല്ലെങ്കിലും ആ മുഅല്ലഖാത്തുകളുടെ ഒരു പ്രത്യേകതയാണ് അവ മുത്തവ്വലാത്ത് കൂടിയായിരുന്നു. എന്ന് വെച്ചാൽ നീളമുള്ള കവിതകളായിരുന്നു അവ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുഅല്ലഖാത്തിന്റെ മറ്റൊരു പേര്, ഇപ്പൊ ഈ മുദഹബാത്ത് പറഞ്ഞ പോലെ തന്നെ വേറൊരു പേര് കൂടിയുണ്ട്, ഏകദേശം ഈ മുത്തവ്വലാത്തിനോട് സാമ്യം വരുന്ന ഒരു പേര്. ആർക്കെങ്കിലും അറിയുമോ? അതെ, അസ്സബ്ഉ തിവാൽ എന്ന് വെച്ചാൽ അതിലെ ഏറ്റവും പ്രസിദ്ധമായ 7 ഖസീദകളാണ് മുഅല്ലഖകളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പൊ അവയെ ആദ്യമായിട്ട് സമാഹരിച്ചിട്ടുള്ള ആൾ ആരാണ്? ആദ്യമായിട്ട് മുഅല്ലഖാത്ത് ക്രോഡീകരിച്ചിട്ടുള്ള ആൾ ആരാണ്? അതെ, ഹമ്മാദുർ റാവിയ എന്ന് പറയുന്ന ആളാണ്. ഇതറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പ്രശ്നമാക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഡിസ്കഷനിൽ വരുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നു എന്ന് മാത്രം. അപ്പോ ഈ ഹമ്മാദുർ റാവിയ എന്ന് പറയുന്ന ആള് മുഅല്ലഖാത്ത് ക്രോഡീകരിച്ചപ്പോൾ അതില് 7 മുഅല്ലഖയാണ് ആദ്യമായിട്ട് ക്രോഡീകരിച്ചത്. അതിലെ പ്രശസ്തമായ 7 മുഅല്ലഖകൾ. അപ്പൊ അദ്ദേഹം അതിന് നൽകിയ പേരാണ് അസ്സബ്ഉ തിവാൽ എന്ന് പറയുന്ന പേര്. അപ്പോ മൊത്തത്തിൽ മുഅല്ലഖാത്തിന് പ്രധാനമായിട്ടും 3 പേരുകൾ, ഈ മുഅല്ലഖാത്ത് എന്നതിന് പുറമെ പ്രധാനമായി 3 പേരുകൾ നമുക്ക് കാണാം. ഒന്ന് അസ്സബ്ഉ തിവാൽ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ 7 ഖസീദകളാണ്. അവയാവട്ടെ കുറച്ച് ദൈർഘ്യം കൂടിയ വരികളാണ് ഈ മുഅല്ലഖകൾക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തൂൽ എന്ന് ഉൾക്കൊള്ളുന്ന ആ ഒരു പേര് അതിന് വന്നിട്ടുള്ളത്, അസ്സബ്ഉ തിവാൽ. പിന്നെ അടുത്തത് അസ്സുമൂത്ത് എന്നുള്ളതാണ്. അസ്സുമൂത്ത്, സുമൂത്ത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സ്ത്രീകളൊക്കെ തങ്ങളുടെ കഴുത്തിൽ ആഭരണമായി ഭംഗിക്ക് വേണ്ടി അണിയുന്ന മാലകൾ, അല്ലെ, അവ നല്ല വിലപിടിപ്പുള്ള മുത്തുകൾ കൊണ്ട് അല്ലെങ്കിൽ പിന്നെ ആ രൂപത്തിലുള്ളവ കൊണ്ട് ഉണ്ടാക്കുന്നവക്കാണ് സാധാരണ സിംത്ത്, അതിന്റെ ജമ്മാണ് അസ്സുമൂത്ത് എന്ന് പറയുന്നത്. അപ്പോ ആ അർത്ഥത്തിൽ അവർ അത്രയും പ്രാധാന്യത്തോടു കൂടിയായിരുന്നു ആ കവിതകളെ കണ്ടിരുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഒരു പേരും അതിനവർ നൽകിയിരുന്നു, അസ്സുമൂത്ത് എന്നുള്ള പേര്. പിന്നെ മറ്റൊരു പേര് നമ്മൾ നേരത്തെ ആ ഒരു ഓപ്ഷനിൽ കണ്ട പോലെ അൽ മുദഹബാത്ത് എന്ന പേരാണ്. കാരണം മുഅല്ലഖാത്ത് എന്നുള്ള പേര് നമുക്കറിയാം, അല്ലഖ എന്ന് പറഞ്ഞാൽ കെട്ടിത്തൂക്കി എന്നുള്ളതാണ് ശരിക്കും അതിന്റെ അർത്ഥം. അപ്പോ അവര് ഈ കവിതകൾക്ക് നൽകിയിട്ടുള്ള സ്ഥാനം കാരണം സ്വർണ ലിപികളാൽ എഴുതിയിട്ട് അവരെന്ത് ചെയ്യും, കർട്ടനുകളിൽ എഴുതിയിട്ട് അത് കഅബയുടെ ചുമരുകളിൽ തൂക്കിയിട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ തങ്കലിപികളാൽ അല്ലെങ്കിൽ സ്വർണ ലിപികളാൽ എഴുതപ്പെട്ട കവിതകൾ എന്ന അർത്ഥത്തിലാണ് മുദഹബാത്ത് എന്ന പേര് അതിന് വന്നിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. അപ്പോ ഈ 4 പേരുകളും അഥവാ മുഅല്ലഖാത്ത്, അസ്സബ്ഉ തിവാൽ, അസ്സുമൂത്ത്, അൽ മുദഹബാത്ത്, ഇവ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോ ഓർത്തു വെക്കുക. ഇനി ഇതല്ലാത്ത ചില പേരുകൾ കൂടി കാണാം, അത് അത്ര തന്നെ പ്രധാനപ്പെട്ടതല്ല. ഇവ എന്തായിരുന്നാലും നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അടുത്തൊരു ചോദ്യം കേട്ടിട്ട് 3ക്ക് ചോദിച്ചത് ഇങ്ങനെയാണ്. ഒരു വരി കവിതയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് ആരുടെ വരിയാണ് എന്നുള്ളതാണ്. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി ഹാദൽ ബൈത്തു മിനൽ മുഅല്ലഖത്തിൽ മഷ്ഹൂറ ലി. ഇത് പ്രസിദ്ധമായ ഒരു മുഅല്ലഖയിലെ വരിയാണ്.
ആരുടെ മുഅല്ലഖയുടെ വരിയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻസറുകൾ വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും കൂടെ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. ചിലരൊക്കെ കാഴ്ചക്കാരായി നിൽക്കുന്നുണ്ടോ എന്ന് തോന്നാം. ഏതായിരുന്നാലും ആൻസർ ബി ആണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആൻസർ അത് തന്നെയാണ്, സുഹൈർ ഇബ്നു അബി സുൽമ. അപ്പോ അസ്ഹാബുൽ മുഅല്ലഖാത്തിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രധാനമായി 7 പേരാണ് വരുന്നത്. പിന്നെ അവർക്ക് പുറമെ 3 ആളുകളെ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, റാവിമാർ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 10 പേരാണ് മുഅല്ലഖയുടെ ആളുകളായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ 7 പേരിൽ ഇംറുൽ ഖൈസ്, സുഹൈർ ഇബ്നു അബി സുൽമ, ത്വറഫത്ത് ഇബ്നു അബ്ദ്, അൻതറത്ത് ഇബ്നു ഷിദ്ദാദ് അൽ ബിക്കരി, അംർ ഇബ്നു കുൽസൂം അത്തഗ്ലബി, ലബീദ് ഇബ്നു റബീഅ, അൽ ഹാരിസ് ഇബ്നു ഹില്ലിസ, ഇത്രയും ആളുകളാണ് വരുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് ഇപ്പൊ ഈ സുഹൈർ ഇബ്നു അബി സുൽമ. അദ്ദേഹത്തിന്റെ മുഅല്ലഖയിൽ വരുന്ന ഒരു വരിയാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മുഅല്ലഖ ആദ്യം പിന്നെ തന്റെ ഹബീബത്തുമായി ബന്ധപ്പെട്ട് പരാമർശം വന്നു. പിന്നെ അതിനുശേഷം ഒരു പ്രധാന യുദ്ധത്തെ പ്രതിപാദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കവിത അല്ലെങ്കിൽ ഈ ഒരു മുഅല്ലഖ അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഏത് യുദ്ധമാണ്? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അറിയിക്കാം, അറിയുന്ന ആളുകൾക്ക്. ഞാൻ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പ്രശ്നമാക്കേണ്ടതില്ല, അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം, കാരണം അത് ചോദിക്കാറുണ്ട്. ഓക്കെ, അബ്സ് ബിയാൻ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ശരിയാണ്. വെച്ചാൽ ആ 2 ഗോത്രങ്ങൾ തമ്മിലാണ് നടന്നിട്ടുള്ളത്. പക്ഷെ യുദ്ധത്തിന്റെ പേര് ചോദിച്ചാൽ അതെ, ദാഹിസ് വൽ ഗബ്രാ എന്ന പേരാണ് ആ ഒരു യുദ്ധത്തിനുള്ളത്, ദാഹിസ് വൽ ഗബ്രാ. ഇനി അതല്ലെങ്കിൽ മറ്റൊരു പേര് കൂടി അതിനുണ്ട്, എന്ന് വെച്ചാൽ അതെ, ഹർബുസ് സിബാഖ്. ഹർബുസ് സിബാഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ദാഹിസ് വൽ ഗബ്രാ എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധത്തില് ആ യുദ്ധത്തെ എന്ത് ചെയ്തു, ഏകദേശം 40 വർഷം നീണ്ടു നിന്നു. അപ്പോ അത്രയും ഗൗരവത്തോടു കൂടി നീണ്ടു നിന്ന ആ ഒരു യുദ്ധത്തിന് വിരാമം കുറിക്കാൻ വേണ്ടിയിട്ട് നല്ല പിന്നെ സുൽഹിന് വേണ്ടിയിട്ട് ശ്രമിച്ച 2 ആളുകൾ, ഹരീം ഇബ്നു സിനാൻ അതേപോലെ തന്നെ ഹാരിസ് ഇബ്നു ഔഫ്. അപ്പൊ അവരുടെ ആ ഒരു പ്രവർത്തനത്തെ പുകഴ്ത്തിക്കൊണ്ടൊക്കെയാണ് അദ്ദേഹം ഈ ഒരു മുഅല്ലഖ കാര്യമായിട്ടും രചിച്ചിട്ടുള്ളത്. പിന്നെ അതിന് പുറമെയായിട്ട് അതിൽ അദ്ദേഹം കുറെ അദ്ദേഹത്തിന്റെ ഹിക്മത്തുകൾ ആ കവിതയിലൂടെ അല്ലെങ്കിൽ മുഅല്ലഖയിലൂടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അവസാന ഭാഗത്തൊക്കെ ഇദ്ദേഹത്തിന്റെ മുഅല്ലഖയെ കുറിച്ച് തന്നെ സാധാരണഗതിയിൽ വിശേഷിപ്പിക്കപ്പെടാറുള്ളത് അദ്ദേഹത്തിന്റെ മുഅല്ലഖ പ്രവാചകന്മാരുടെ കലാമിനോട് ഏകദേശം സാദൃശ്യമുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ അവസാന വാചകങ്ങൾ എന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ആ മുഅല്ലഖയുടെ അവസാനത്തിൽ വരുന്ന ഇത്തരത്തിലുള്ള ഹിക്മത്തുകൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ച് അതില് അന്ത്യ ദിനത്തെക്കുറിച്ച്, അതേപോലെ തന്നെ പരലോക വിശ്വാസത്തെക്കുറിച്ച്, അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഒക്കെ പറയുന്ന വാചകങ്ങൾ അവസാന ഭാഗത്ത് കാണാവുന്നതാണ്. അപ്പൊ ഏതായിരുന്നാലും ഈ ഒരു വരി അദ്ദേഹത്തിന്റെ മുഅല്ലഖയിൽപ്പെട്ട വരിയാണ്. ഓക്കെ, അതെ, ദാഹിസ് വൽ ഗബ്ര എന്ന യുദ്ധത്തിലെ ബത്തൽ എന്ന് പറയുന്നത് അൻതറത്ത് ഇബ്നു ഷിദ്ദാദ് അൽ അബസിയാണ്. ശരി, സുഹൈർ ഇബ്നു അബി സുൽമയെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ മാത്രം. നജ്ദിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 520 ജനിച്ചു. മരണപ്പെട്ടിട്ടുള്ളതും നജ്ദിൽ തന്നെയാണ്, 609. അതിൽ പിന്നെ ആ കാലഘട്ടത്തിലെ ഈ ജനന മരണങ്ങളിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. എന്ന് വെച്ചാൽ ചിലയിടങ്ങളിൽ കാണുന്നത് 627 ഇദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഇതിപ്പോ താരിഖുൽ അദബുൽ അറബി ഹസൻ സിയാത്തിലുള്ളതാണ്. ഹന്ന ഫാഖൂരി എന്ന് പറയുന്ന കിതാബിലുള്ളത് 627 സുഹൈർ ഇബ്നു അബി സുൽമ മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ജാഹിലി കാലഘട്ടത്തിലുള്ള ആളുകളായത് കൊണ്ട് തന്നെ പിന്നെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടതിലുള്ള ചെറിയ ചില വ്യത്യാസങ്ങൾ കാരണമാണ്. ഇനി ഇദ്ദേഹം കവിത പഠിച്ചിട്ടുള്ളത് 2 ആളുകളിൽ നിന്നാണ്. പ്രധാനപ്പെട്ട അക്കാലഘട്ടത്തിലെ 2 കവികൾ, 2 പേരും ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളുമാണ്. തൽക്കാലം ആ പേര് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒന്ന് ബഷാമത്തുൽ ഖദീർ. അത് ഇദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു, ഉമ്മ 2ാമത് കല്യാണം കഴിച്ച ആ ഒരു പിന്നെ ഉമ്മയുടെ ഹസ്ബൻഡിൽ നിന്ന്, അഥവാ ഇദ്ദേഹത്തിന്റെ 2ാം പിതാവിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കവിത പഠിക്കുന്നത്, ബഷാമത്തുൽ ഖദീർ. പിന്നെ മറ്റൊന്ന് ഔസ് ഇബ്നു ഹജറിൽ നിന്നുമാണ് ഇദ്ദേഹം കവിത പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെ 2 ആളുകളിൽ നിന്നാണ് ഇദ്ദേഹം കവിത
പഠിച്ചിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിനെ വിശേഷിപ്പിച്ച 3 വിശേഷണങ്ങൾ, ഒന്ന് അബീദു ഷിആർ, അതേപോലെ തന്നെ ഷാഇറുൽ ഹിക്മ, ഷാഇറുസ്സലാം. ഈ വിശേഷങ്ങളിലെല്ലാം ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ജാഹിലി കവികളിൽ ഹിക്മത്തിന്റെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇദ്ദേഹം തന്നെയാണ്, സുഹൈർ ഇബ്നു അബി സൽമ. അതോടൊപ്പം അബീദു ഷിആർ, അതേപോലെ ഷാഇറുസ്സലാം എന്ന പേരിലെല്ലാം ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അബീദു ഷിആർ എന്ന പേര് വരാനുള്ള കാരണം, ഇദ്ദേഹം കവിത രചിക്കണമെങ്കിൽ നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ കവിത അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത് ഷാഇറുൽ ഹൗലിയാത്ത് എന്നുള്ളതാണ്. അടുത്ത് വരുന്നുണ്ട് ഇസ്മുൽ ഹൗലിയാത്ത് എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതെ, അതെന്നുവെച്ചാൽ ഏകദേശം 1 വർഷമെടുക്കും ഇദ്ദേഹം കവിത പിന്നെ രചിക്കണമെങ്കിൽ. അത്രയും സമയം എടുത്തിട്ടാണ് ഇദ്ദേഹം കവിത ആളുകളിലേക്കിടയിൽ പാടുകയുള്ളൂ. അതിനു മുമ്പ് ഒരു 4 മാസം അത് രചിക്കാന്, പിന്നെ ഒരു 4 മാസം അത് സംസ്കരിക്കാൻ, പിന്നെ ഒരു 4 മാസം അത് ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ഷ്വാറാക്കൾക്കിടയിൽ പാടിയിട്ട് അതിന് വല്ല പോരായ്മയുണ്ടോ എന്നൊക്കെ പരിശോധിച്ച്, അങ്ങനെ അടുത്ത അവസാന ഘട്ടത്തിൽ 1 വർഷം പൂർത്തിയാവുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത് ആ ഒരു കവിത ജനങ്ങളിലേക്ക് പാടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ ഹൗലിയാത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് അബീദ് ഷിആർ എന്ന പേരും അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആ കവിത നന്നാക്കാൻ വേണ്ടിയിട്ട് അതിന്മേൽ തന്നെ കൂടുന്ന ഒരാൾ എന്ന അർത്ഥത്തിലാണ് ആ ഒരു പേര് വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മക്കൾ, അതിൽ 2 പേര് കവികളാണ് നമുക്കറിയാം, കഅബ് ഇബ്നു സുഹൈർ, അതേപോലെ തന്നെ ബുജൈർ ഇബ്നു സുഹൈർ. അതുപോലെ ഹക്കീം എന്ന് പറയുന്ന ഒരു മകനും അദ്ദേഹത്തിനുള്ളതായി കാണാം. ഇനി അദ്ദേഹത്തിന്റെ മുഅല്ലഖയിലെ ഒരു വരിയാണ് നേരത്തെ ചോദിച്ചത്. അപ്പൊ അതിന്റെ ആദ്യ വരി അത് നമ്മൾ എന്തായിരുന്നാലും ഓർത്തു വെക്കണം. 10 മുഅല്ലഖയുടെയും ആദ്യ വരി നമുക്ക് അറിയണം. അപ്പൊ ഇദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ ആദ്യ വരി അമിൻ ഉമ്മി ഔഫ ദിംനത്തുൻ ലം തകല്ലമി ബിഹൗമാനത്തി ദർറാജി ഫൽ മുതസല്ലമി എന്ന് പറയുന്ന വരിയാണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെക്കുക. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണിത്. എന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ മുഅല്ലഖയിൽ കാര്യമായിട്ട് ഈ 2 പേരെയും, ഹരിം ഇബ്നു സിനാൻ അതേപോലെ തന്നെ ഹാരിത്ത് ഇബ്നു ഔഫ്, കാരണം ഈ 2 പേരെയും അദ്ദേഹം മദ്ഹ് ചെയ്തു. കാരണം അല്ലദാനി അസ്ലഹ ബൈന അബ്സ് വദുബിയാൻ ഫി ഹർബി ദാഹിസ് വൽ ഖബ്റാ. ഈ ദാഹിസ് വൽ ഖബ്റാ എന്ന യുദ്ധത്തിൽ അബ്സും ദുബിയാനും തമ്മിലാണ് നടന്നിട്ടുള്ളത്. അവർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളുകളാണ് ഇവർ. അപ്പൊ അവരെ മദ്ഹ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത്. അതൊക്കെ പലപ്പോഴും ചോദിക്കാറുള്ളതാണ്, അതുകൊണ്ട് ഓർത്തു വെക്കുക. ഇനി ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ച വിശേഷണമാണ് ഷാഇറുശ് ശുഅറാ, അതേപോലെ തന്നെ അഷ്അറുൽ അറബ് എന്ന രൂപത്തിലൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ശരി, അടുത്തൊരു ചോദ്യം. ഇത് കേട്ടറ്റ് 3ക്ക് ചോദിച്ച ചോദ്യമാണ്. അവ്വലു മൻ ഖാല അമ്മാ ബഅദ് ഫിൽ ഖുത്ബ. ജാഹിലി കാലഘട്ടത്തിലെ ഒരു പ്രസിദ്ധനായ ഖത്തീബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന പോയിന്റാണ്, ഖുസ് ഇബ്നു സാഇദ അൽ ഇയാദി. അപ്പോ അക്കാലഘട്ടത്തിൽ നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ളത് 2 ഖത്തീബുമാരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം ഇവിടെ ഓപ്ഷൻ സിയിൽ വന്നിട്ടുള്ള അംർ ഇബ്നു മഅദ് യക്റുബ് എന്ന് പറയുന്ന ആളും അക്കാലഘട്ടത്തിലെ ഒരു പ്രസിദ്ധനായ ഖത്തീബ് തന്നെയാണ്. ഇനി ഇതല്ലാതെ ഇവർ 2 പേരല്ലാതെ പ്രധാനപ്പെട്ട ഒരു ഖത്തീബ് ആരാണ്? ഖുസ് ഇബ്നു സാഇദയും അതേപോലെ തന്നെ അംർ ഇബ്നു മഅദ് യക്റുബ്, ഇദ്ദേഹവും അല്ലാതെ വേറൊരു പ്രസിദ്ധനായ ഒരു ഖത്തീബ് കൂടിയുണ്ട്. അതെ, അഖ്സം ഇബ്നു സ്വൈഫി. ഇവരല്ലാത്ത ഖത്തീബുമാരുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പൊ അംർ ഇബ്നു കുൽസൂം അത്തഗ്ലബി, അദ്ദേഹം അക്കാലഘട്ടത്തിലെ പ്രസിദ്ധനായ ഒരു ഖത്തീബാണ്. നമ്മൾ മുഅല്ലഖയുടെ ആളായി പഠിക്കുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഒരു പ്രസിദ്ധനായ ഖത്തീബ് കൂടിയായിരുന്നു. അപ്പൊ ഏതായിരുന്നാലും ഖുസ് ഇബ്നു സാഇദ അൽ ഇയാദിയുടെ ഒരു വിശേഷണമാണ് ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ അദ്ദേഹമാണ് തന്റെ ഖുത്ബയിൽ ആദ്യമായിട്ട് അമ്മാ ബഅദ് എന്ന് പറയുന്ന ആ ഒരു ശൈലി കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോ നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ഈ ജൂണിൽ തന്നെ നടന്ന നെറ്റ് എക്സാമിൽ ചോദിച്ചത് ഇങ്ങനെയാണ്. നോക്കൂ, അവ്വലു മൻ ഖതബ അലാ ശുറഫിൻ വത്തക അലാ സൈഫിൻ വഖാല ഫീ ഖുത്ബതിഹി അമ്മാ ബഅദ്. അപ്പൊ ഇവിടെ 3 പോയിന്റ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. ചില ഖുത്ബകളിൽ
ചില ചോദ്യങ്ങളിൽ ഇതിൽ ഓരോരോ പോയിന്റ്, ഇപ്പൊ ഇവിടെ അമ്മാബാദ് എന്ന് ചോദിച്ച പോലെ തന്നെ ഇതിൽ ഇത്തക്ക അല സൈഫിൻ, അല്ലെങ്കിൽ അവ്വൽ മൻ ഖത്തബ അല ഷുറഫിൻ എന്ന് വെച്ചാൽ ഒരു പീഠത്തിൽ നിന്ന് ആദ്യമായി സംസാരിച്ച ആൾ, അതല്ലെങ്കിൽ വാളിൽ ഊന്നി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ വടിയിൽ ഊന്നി നിന്നുകൊണ്ട് ആദ്യമായി സംസാരിച്ച ആൾ എന്ന രൂപത്തിലൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് ഖുസ് ഇബ്നു സാഇദ അൽ ഇയാദി. ഈ ഒരു ചോദ്യവും ഞാൻ കാണിച്ചത് നമ്മൾ ഇപ്പൊ ഈ കേട്ടറ്റിനാണ് ഒരുപക്ഷെ പലരും ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ ഈ കേട്ടറ്റിന് പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി വ്യവസ്ഥാപിതമായി പഠിച്ചാൽ ഇത് തന്നെയാണ് നമുക്ക് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും മിക്കവാറും പഠിക്കാനുള്ളത്. നെറ്റ് എക്സാമിനായിരുന്നാലും സെറ്റിനായിരുന്നാലും ഇനി PSC, അത് LP, UP, HSA, HSST, കോളേജിയേറ്റ് തലങ്ങളിലേക്കൊക്കെ നടക്കുന്ന എക്സാമുകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഈ ഭാഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അതിൽ കുറച്ചുകൂടെ ചെറിയ ചെറിയ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കേട്ടറ്റിന് പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ ആഴത്തിലും പരപ്പിലും പഠിക്കേണ്ടി വരും മറ്റു അതിന് മുകളിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പഠിക്കുമ്പോൾ എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ പല രംഗങ്ങളിലും മികച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. ഖുസ് ഇബ്നു സാഇദ അൽ ഇയാദിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ കുറഞ്ഞ കാലം ജീവിച്ചിട്ടുള്ളൂ. ഓർത്തു വെക്കാൻ സുഖാണ്. എത്രയാണ് ജീവിച്ചിട്ടുള്ളത്? ആഷ അക്സർ മിൻ 380. എത്ര വർഷമാണ്? 380 വർഷം ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഓർത്തു വെക്കാൻ എന്തായിരുന്നാലും സുഖാണ്. ഖുസ് ഇബ്നു സാഇദ അൽ ഇയാദി ഏകദേശം 380 വർഷം ജീവിച്ചു എന്ന് പറയപ്പെടുന്ന ആളാണ്. അദ്ദേഹം നജ്റാനിലെ ഒരു ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു. ക്രിസ്തു മതവിശ്വാസത്തിലെ ഒരു പണ്ഡിതനായിരുന്നു. അറബികളുടെ ഒരു ഖത്തീബായിരുന്നു. ഖത്തീബ് മാത്രമല്ല, വളരെ പ്രസിദ്ധനായ ഒരു കവിയായിരുന്നു. പിന്നെ വിധികർത്താവായിരുന്നു, തത്വജ്ഞാനിയായിരുന്നു. അതാണ് വശാഇറുഹ വഹകീമുഹ വഹകമുഹ. ഈ വിശേഷണങ്ങളിലെല്ലാം അറിയപ്പെടുന്ന ആളാണ് ഖുസ് ഇബ്നു സാഇദ അൽ ഇയാദി. ഇദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു കോട്ടിംഗ് ആണിത്. ഇതാരാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് വാചകം? റഹിമല്ലാഹു ഖുസ്സൻ ഇന്നി ലഅർജു യൗമൽ ഖിയാമത്തി അൻ യബ്അസ ഉമ്മത്തൻ വാഹിദ. ആരാണിത് പറഞ്ഞത്? അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖാദ് ചന്തയിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട സന്ദർഭത്തിൽ പറഞ്ഞ വാചകമാണിത്. അള്ളാഹു ഖുസ്സിനെ അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ റഹ്മത്ത് ചൊരിയട്ടെ. ഇന്നി ലഅർജു യൗമൽ ഖിയാമത്തി അൻ യബ്അസ ഉമ്മത്തൻ വാഹിദ. നമ്മളും അദ്ദേഹവും ഒക്കെ ഒരൊറ്റ സമുദായമായി നാളെ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, അല്ലെങ്കിൽ പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു എന്ന് പ്രവാചകർ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഏകദേശം ക്രിസ്താബ്ദം 600-ലാണ് ഖുസ് ഇബ്നു സാഇദ അൽ ഇയാദി മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കാണാവുന്നതാണ്. ഇദ്ദേഹത്തെ കുറിച്ച് വിശദമായി ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ പഠിക്കാം. നെക്സ്റ്റ് ചോദ്യം, കമാ വറദ ഫിൽ ഹദീസ്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അഥവാ കാറ്റഗറി 3-ൽ നിന്നും കാറ്റഗറി 4-ൽ നിന്നും വന്നിട്ടുള്ളത് ജാഹിലി ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടാണ്. ഇനി അടുത്തൊരു ഏരിയ ഇസ്ലാമിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളവയാണ്. അപ്പോ ഈ ഒരു ചോദ്യം നിങ്ങൾ ആൻസർ ചെയ്യുക. അതിനോടനുബന്ധമായി പറയാനുള്ളത്, ഇസ്ലാമിക് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ചോദ്യങ്ങൾ പല ആംഗിളിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്ന്, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതുപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമായി ബന്ധപ്പെട്ട്, അൽ ഹദീസുൻ നബവി, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഖുർആനിൽ നിന്നുള്ള ചോദ്യങ്ങൾ, പിന്നെ ഖുർആന്റെ തഫ്സീറുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഹദീസ് അതിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പിന്നെ ചില ഹദീസുകളുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ ഇതേ രൂപത്തിൽ ഇത് മിക്കവാറും വരാറുള്ളത് നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്ത് പിന്നെ പഠിപ്പിക്കാൻ പോകുന്നത് LP, UP, HS ഇങ്ങനെ ക്ലാസ്സുകളിലേക്കാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അവിടെ പഠിപ്പിക്കുന്ന പല ടെക്സ്റ്റ് പുസ്തകങ്ങളിലും വന്ന ചർച്ച ചെയ്തിട്ടുള്ള ഹദീസുകളായിരിക്കും മിക്കവാറും ഈ കേട്ടറ്റ് എക്സാമിനൊക്കെ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. അപ്പൊ അതുകൂടി ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ള ഹദീസുകള്, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. പിന്നെ പ്രസിദ്ധമായ
നമ്മൾ ഓർത്തു വെക്കേണ്ട ഏതെങ്കിലും ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ പ്രവാചകന്റെ ഹദീസിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും നല്ല ആശയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വരാവുന്ന ചില ഹദീസുകളും സാധാരണഗതിയിൽ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ വന്ന ഒരു ഹദീസാണ് നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമ കസീറും മിനന്നാസ്. നിഅമത്താനി, രണ്ട് അനുഗ്രഹങ്ങൾ, മഗ്ബൂനും ഫീഹിമ, ആ രണ്ടിലും പല ആളുകളും വഞ്ചിതരായിരിക്കുന്നു, കസീറും മിനന്നാസ്, ധാരാളം ആളുകൾ ആ രണ്ട് വിഷയങ്ങളുടെ വിഷയത്തിൽ എന്താണ് വഞ്ചിതരായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏതാണെന്നുള്ളതാണ് എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി ആണ്, അസ്സിഹത്തു വൽ ഫറാഗ്. അപ്പൊ ഇതാണ് ഇപ്പൊ പ്രവാചകരുടെ ഒരു ഹദീസ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ 6049 ഹദീസായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണിത്. മഗ്ബൂൻ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വഞ്ചിതരായിരിക്കുന്നു എന്നാണ് അതിന് അർത്ഥം പറയാറുള്ളത്. ശരിക്കും ഇപ്പൊ ഗുബ്ന് എന്ന് പറഞ്ഞാൽ നഷ്ടക്കച്ചവടത്തിനാണ് പറയാ അല്ലെ. ഇപ്പൊ ഒരാള് ഒരു സാധനം വാങ്ങി, അയാൾ കച്ചവടക്കാരനാണെങ്കിൽ അയാൾ അത് 50 രൂപക്ക് വാങ്ങി ഒരു 55 രൂപക്കെങ്കിലും അയാൾ വിൽക്കുമ്പോഴാണ് അയാൾക്ക് ലാഭം ഉണ്ടാവുക. നേരെ മറിച്ച് വാങ്ങിയതിനേക്കാളും കുറവ് ലഭിക്കുന്ന രൂപത്തിലുള്ള സംഖ്യക്കാണ് അയാൾ അത് വിറ്റതെങ്കിൽ അങ്ങനെയുള്ള കച്ചവടത്തിനാണ് ഗുബ്ന് എന്ന് പറയാ സാധാരണ അറബി ഭാഷയിൽ. അപ്പൊ അതേ രൂപത്തിൽ നഷ്ടക്കച്ചവടത്തിലാണ് ഈ രണ്ട് വിഷയത്തിൽ അധികം ആളുകളും എന്നാണ് പ്രവാചകർ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നിടത്ത് ആളുകൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണത്? ഒന്ന് അസ്സിഹ, ആരോഗ്യമാണ്. മറ്റൊന്ന് വൽ ഫറാഗ്, ഒഴിവ് സമയമാണ് എന്നുള്ളതാണ് ഈ ഒരു ഹദീസിന്റെ താല്പര്യം. അപ്പോ ഇങ്ങനെ ഹദീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി ഇവിടെ അതേ കാറ്റഗറി 4-ൽ തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യം ഒരു ചെറിയ ഭാഗം ഒഴിവായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വസ്തഈനു ബിസ്സബ്രി വ ഡാഷ് വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ എന്നാണ് ട്ടോ. വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അപ്പൊ അവിടെ എന്തോ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളതാണ്. ഇതും പ്രസിദ്ധമായ ഒരു വചനമാണ്. ഇതെന്താണ്? ആയത്താണോ ഹദീസാണോ? ആയത്താണോ ഹദീസാണോ? അതെ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണിത് അല്ലെ. അപ്പോ എല്ലാവരും ആൻസർ ചെയ്തത് കറക്റ്റ് ആണ്. വസ്തഈനു ബിസ്സബ്രി വസ്വല എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 45-ാമത്തെ വചനമാണ്. വസ്തഈനു ബിസ്സബ്രി വസ്വല വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ എന്ന് പറയുന്ന വാചകം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇതേപോലെ ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ ചർച്ചയിൽ വന്നവയാവാം. ഇനി അതല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രസിദ്ധമായ ചില വചനങ്ങളും സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ക്ഷമയും അതേപോലെ തന്നെ നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുവീൻ. നിശ്ചയമായും ഇത് വലിയ അഥവാ നമസ്കാരം അത് പലർക്കും ഒരു ഭാരിച്ച കാര്യം തന്നെയാകുന്നു. ആർക്കൊഴികെ? ഇല്ലൽ ഖാശിഈൻ അല്ലെങ്കിൽ ഇല്ല അലൽ ഖാശിഈൻ, ഭക്തന്മാർക്കൊഴികെ. അപ്പൊ ഭക്തന്മാർക്ക് മാത്രമേ ഇത് ഭാരമല്ലാതിരിക്കുള്ളൂ. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാരമായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ വിശേഷിപ്പിച്ച് പറഞ്ഞിട്ടുള്ളത് സ്വലാത്തിനെ സംബന്ധിച്ച്. ഇനി അടുത്തത് വീണ്ടും ഇതേപോലെ ഒരു ആയത്ത് തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അക്മിലിൽ ആയ യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി ഡാഷ്. യാ ബനി ആദം, ആദം സന്തതികളെ, ഖുദൂ സീനതകും, നിങ്ങൾ, ഓക്കെ എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭംഗി അഥവാ ഖുദൂ സീനതകും വെച്ചാൽ നിങ്ങളുടെ ഭംഗി നിങ്ങൾ സ്വീകരിക്കുവീൻ അല്ലെങ്കിൽ നിങ്ങൾ ഭംഗി എടുത്തു പ്രയോഗിക്കുവീൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എപ്പോ? ഇൻദ കുല്ലി ഡാഷ് എന്നുള്ളതാണ്. സ്വലാത്ത് എന്നാണോ, ഇബാദ എന്നാണോ, മസ്കൻ എന്നാണോ, മസ്ജിദ് എന്നാണോ? ഇതിപ്പോ ആയത്ത് അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഏകദേശം ഒരേപോലെ തോന്നും. പക്ഷെ ആയത്തിൽ വന്നിട്ടുള്ളത് എല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ ഡി ആണ്, ഇൻദ കുല്ലി മസ്ജിദ്. ഇതും വിശുദ്ധ ഖുർആനിലെ ആയത്ത് തന്നെയാണ്. എന്ന് വെച്ചാൽ
സൂറത്തു അൽ അറാഫ്, സൂറത്തുൽ അറാഫിലെ 31 വചനമാണ്. 7-ാം അധ്യായം സൂറത്തുൽ അറാഫിലെ 31 വചനം. യാ ബനി ആദം ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്ന് പറയുന്ന വാചകം. ഓക്കെ, അപ്പോ ഇൻദ കുല്ലി മസ്ജിദ് എന്നുള്ളതാണ്. ആദം സന്തതികളെ ഒന്നുകിൽ എല്ലാ നമസ്കാര സ്ഥാനത്തിലും എന്ന അർത്ഥത്തിൽ അവിടെ മസ്ജിദ് എന്നുള്ള നമസ്കാര സ്ഥാനം, പള്ളി എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഏത് നമസ്കരിക്കുന്ന സന്ദർഭങ്ങളിലും എന്ന അർത്ഥവും അതിന് മുഫസ്സിറുകൾ വെച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ നമസ്കാര വേളയിൽ അല്ലെങ്കിൽ പള്ളിയിൽ നമസ്കരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും നല്ല വസ്ത്രം സ്വീകരിച്ചു കൊള്ളുവീൻ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുവീൻ, എന്നാൽ അവിടെ അമിതമാവരുത് എന്ന ആയത്തിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, അത്തഫ്സീറുൽ മഷ്ഹൂർ ലിൽ ഇമാം അബി ജഅഫർ മുഹമ്മദ് ബിൻ ജരീർ അത്വബരി. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ഏരിയയിൽ നിന്ന്, ഇസ്ലാമിക് ലിറ്ററേച്ചറിൽ നിന്ന് ഇപ്പൊ നേരത്തെ ഖുർആനിലെ ആയത്തുകളുമായി ബന്ധപ്പെട്ട് അതിലിപ്പോ ചെറിയ ചെറിയ സൂറത്തുകളിൽ നിന്നൊക്കെ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. ഇനി അതോടൊപ്പം ഖുർആനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അതിന്റെ ക്രോഡീകരണം, ആ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട ചരിത്രം, ഇതൊക്കെ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. പിന്നെ മറ്റൊരു ഏരിയയാണ് ഇതേപോലെ തഫ്സീറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ അതിൽ എല്ലാ തഫ്സീറും നോക്കേണ്ടതില്ല, പ്രസിദ്ധമായ ചില തഫ്സീറുകൾ അതെന്തായിരുന്നാലും നമ്മൾ നോക്കി വെക്കണം. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു തഫ്സീറാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആരുടേത്? ഇമാം ഇബ്നു ജരീർ അത്വബരിയുടെ തഫ്സീർ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് അബൂ ജാഫർ എന്ന കുനിയത്ത് അദ്ദേഹത്തിനുണ്ട്. മുഹമ്മദ് ബിൻ ജരീർ എന്നാണ് ശരിക്കും പേര്. പക്ഷെ സാധാരണ എപ്പോഴും ഇമാം ത്വബരി എന്നാണ് അദ്ദേഹം അറിയപ്പെടാറുള്ളത്. അപ്പൊ 2 ഏരിയയിലാണ് അദ്ദേഹത്തെ നമ്മൾ പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ സാധാരണ ചോദിക്കാറുള്ളത്. എന്നുവെച്ചാൽ 2 ഏരിയ എന്ന് വെച്ചാൽ, ഒന്ന് തഫ്സീറിൽ, കാരണം ആദ്യത്തെ മിക്കവാറും എല്ലാ തഫ്സീറുകളും അവലംബമാക്കിയിട്ടുള്ള ഒരു തഫ്സീർ കൂടിയാണ് ഇദ്ദേഹത്തിന്റെ തഫ്സീർ, ഇമാം ത്വബരിയുടെ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് ജാമിഉൽ ബയാൻ വ തഅ്വീലുൽ ഖുർആൻ. പക്ഷെ ഇതൊന്നുകൂടെ ജാമിഉൽ ബയാൻ ഫി തഅ്വീലി ആയി അൽ ഖുർആൻ എന്ന രൂപത്തിലാണ് അതിന്റെ പൂർണ്ണമായ രൂപം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജാമിഉൽ ബയാൻ ഫി തഅ്വീലി ആയി അൽ ഖുർആൻ എന്നാണ് അതിന്റെ പൂർണ്ണമായ പേര്. അപ്പൊ ഏതായിരുന്നാലും ആ ഒരു തഫ്സീർ അവലംബിച്ചിട്ടാണ് പിന്നീട് വന്ന ഒരുപാട് തഫ്സീറുകൾ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇമാം ഇബ്നു ജരീർ അത്വബരി ഇമാമുൽ മുഫസ്സിരീൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതും ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ആരാണ് ഇമാമുൽ മുഫസ്സിരീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഇനി അതേപോലെ തന്നെ മറ്റു മുഫസ്സിറുകളെല്ലാം അവലംബമാക്കിയ ആൾ എന്ന അർത്ഥത്തിൽ അബു തഫ്സീർ എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അപ്പൊ തഫ്സീറിന്റെ ഏരിയയിൽ ഇദ്ദേഹം ഈ ഒരു അർത്ഥത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് പരിഗണിക്കപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊരു ഏരിയ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഏരിയയാണ് ചരിത്രം, ഇസ്ലാമിക ചരിത്രം. അതിലും ആദ്യമായിട്ട് ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള ആള് ഇമാം ഇബ്നു ജരീർ അത്വബരിയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥം ചുരുക്കിയ രൂപത്തിൽ താരീഖു ത്വബരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിന്റെ പൂർണ്ണമായ പേര് അഖ്ബാറുർ റുസുലി വൽ മുലൂക്ക് എന്നുള്ളതാണ്. അഖ്ബാറുർ റുസുലി വൽ മുലൂക്ക്, അതല്ലെങ്കിൽ താരീഖുൽ ഉമമി വൽ മുലൂക്ക്. ഈ 2 പേരും ആ ഒരു അദ്ദേഹത്തിന്റെ താരീഖിന് കാണാവുന്നതാണ്. താരീഖിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് അഖ്ബാറുർ റുസുലി വൽ മുലൂക്ക്, അല്ലെങ്കിൽ താരീഖുൽ ഉമമി വൽ മുലൂക്ക്. ഇതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ എഴുതിയ പല ചരിത്ര ഗ്രന്ഥങ്ങളും ഈ ഒരു ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉംദത്തുൽ മുഅർരിഖീൻ എന്ന് ഇമാം ത്വബരി അറിയപ്പെടുന്നുണ്ട്. ചരിത്രകാരന്മാരുടെ അവലംബം എന്ന രൂപത്തിൽ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ അബു തഫ്സീർ എന്ന് പറഞ്ഞ പോലെ തന്നെ അബു താരീഖുൽ ഇസ്ലാമി എന്ന പേരിലും ഇമാം ത്വബരി അറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതേപോലെ മുമ്പ് കേട്ട എക്സാമുകളിലൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് പിന്നീട് ഡിസ്കഷനിലൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ചർച്ചയിൽ വരുന്നതായിരിക്കും. എന്നായിരുന്നാലും നിങ്ങളൊന്ന്
പിന്നെ നിങ്ങളുടെ നോട്ട്സിൽ ഒന്ന് രേഖപ്പെടുത്തി വെക്കുക. കാരണം ഇടയ്ക്കിടെ നമ്മളിങ്ങനെ ഇതേപോലെ കേൾക്കുമ്പോഴാണ് നമുക്ക് പലതും ഓർത്തെടുക്കാനൊക്കെ സാധിക്കുക. എന്നതല്ലാതെ ഒരൊറ്റ സുപ്രഭാതത്തിൽ എല്ലാം കൂടെ പഠിച്ചെടുക്കുക എന്നുള്ളതൊന്നും ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ നമ്മൾ ഈ ഒരു കോച്ചിങ് ഒക്കെ ആരംഭിച്ചിട്ടുള്ളത്. എക്സാം വരെ നമ്മുടെ പഠനവുമായി നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ മാത്രമാണ് നമുക്ക് വിജയത്തിലെത്താൻ സഹായമാവുക. അള്ളാഹു അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്തൊരു ചോദ്യം കേട്ടറ്റ് 4 തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്. കിതാബ് ഫി ഷറഹി സ്വഹീഹിൽ ബുഖാരി. അപ്പൊ ഇനി വന്ന മറ്റൊരു ഏരിയ നോക്കൂ. ഇവിടെ ഹദീസ് ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണല്ലോ സ്വഹീഹുൽ ബുഖാരി. അപ്പൊ ആ സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ഷറഹുകൾ സ്വഹീഹുൽ ബുഖാരിക്കുണ്ട്. ഓക്കെ, അപ്പൊ അതിൽപ്പെട്ട ഒരു ഷറഹ് ഈ കൂട്ടത്തിലുണ്ട്. അത് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, ഫത്തഹുൽ ബാരി ആണ്. അപ്പോ ഫത്തഹുൽ ബാരി എന്ന് പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹാണ്. അപ്പൊ ആരാണത് എഴുതിയിട്ടുള്ളത്? അതും ചോദിക്കാറുണ്ട്. ഫത്തഹുൽ ബാരി എന്ന് പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹാണ്. അതിന്റെ ഓദർ ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ആരാണെന്ന് ചോദിച്ചാൽ കാശ്മീരി. ഓക്കെ, കാശ്മീരി അല്ല, കാശ്മീരിക്കും ഷറഹുണ്ട്. അതെ, ഇബ്നു ഹജർ അൽ അസ്ഖലാനിയാണ്. അപ്പോ കാശ്മീരി എന്ന് എഴുതിയ ആൾക്ക് ഈ വിഷയത്തിൽ അറിവുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ ചിലത് ഉറപ്പിച്ച് പഠിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ഇപ്പോ ഇതിന്റെ ഷാരിഹാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാശ്മീരി ആദ്യം കൊടുക്കും, പിന്നെ നെക്സ്റ്റ് ആയിരിക്കും ചിലപ്പോ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഉണ്ടാവുക. അവിടെ തന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ അദ്ദേഹത്തിന്റെ പേരല്ല ശരിക്കും ഇബ്നു ഹജർ അൽ അസ്ഖലാനി എന്നുള്ളത്. അദ്ദേഹം അറിയപ്പെട്ടത് ആ രൂപത്തിലാണെന്ന് മാത്രം. ചിലപ്പോൾ എന്ത് ചെയ്യും? ഷിഹാബുദ്ദീൻ എന്ന് ചിലപ്പോൾ കൊടുക്കും. അതും അദ്ദേഹത്തിന്റെ ഒരു പിന്നെ അറിയപ്പെട്ടിട്ടുള്ള ഒരു ലഖബാണ്. അദ്ദേഹത്തിന്റെ പേര് ശരിക്ക് അഹ്മദ് ഇബ്നു അലി എന്നാണ്. അപ്പോ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് അഹ്മദ് ഇബ്നു അലി എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ അൻവർ ഷാ അൽ കശ്മീരി എന്നും കൊടുത്താൽ നമ്മൾ ചിലപ്പോ വേഗം അൻവർ ഷാ അൽ കശ്മീരിയിലേക്ക് പോകും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടി ശ്രദ്ധിക്കണം. അതായത് സ്വഹീഹുൽ ബുഖാരിക്ക് തന്നെ വ്യത്യസ്ത ഷറഹുകളുണ്ട്. അതിൽപ്പെട്ട പ്രസിദ്ധമായ ചില ഷറഹുകൾ നമ്മൾ ഈ ഒരു അറബി കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ പഠിക്കുമ്പോൾ എന്തായിരുന്നാലും ഓർത്തു വെക്കേണ്ട ചില ഷറഹുകളുണ്ട്. അത് നമുക്ക് പറയാം. അപ്പൊ അതിനോട് കൂടെ ഈ ഓപ്ഷനിൽ വന്ന ചില പുസ്തകങ്ങൾ, പ്രസിദ്ധമായ പുസ്തകങ്ങളാണ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിലിപ്പോ ഫത്തഹുൽ ബാരി നമ്മൾ പറഞ്ഞു, ഇബ്നു ഹജർ അസ്ഖലാനിയുടേതാണെന്ന് പറഞ്ഞു. ഇനി ബാക്കിയുള്ളവയൊക്കെയോ? ഓപ്ഷൻ ഡി അൽ ഹദിയുസാരി എന്ന് പറയുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഹദിയുസാരി എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകമായ പുസ്തകം ഉണ്ടോ എന്ന് അറിയില്ല. അതിലിപ്പോ ഈ ഫത്തഹുൽ ബാരിയുടെ തന്നെ മുഖദ്ദിമയെ സംബന്ധിച്ച് ഇങ്ങനെ പറയപ്പെടാറുണ്ട്. എന്ന് വെച്ചാൽ ഫത്തഹുൽ ബാരി അതിന്റെ ജുസുൽ അവലും ജുസുൽ സാനി ഇവക്ക് സാധാരണഗതിയിൽ അൽ ഹദിയുസാരി എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ തന്നെ രചനയാണ് എന്നർത്ഥം. ഇനി ആദ്യത്തെ രണ്ടെണ്ണം അൽ ഫത്തഹുൽ മുഈൻ, ഫത്തഹുൽ മുഈൻ, അതേപോലെ തന്നെ ഫത്തഹുൽ മുബീൻ. ഇതിൽ ഫത്തഹുൽ മുഈൻ ആരുടേതാണ്? ഫത്തഹുൽ മുഈൻ പ്രസിദ്ധമായ ഗ്രന്ഥാണ്. എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ ചോദിക്കാറുള്ളതാണ്. ഫത്തഹുൽ മുഈൻ കിട്ടാതിരിക്കാൻ പറ്റില്ല കേട്ടോ, എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അതൊക്കെ നമ്മുടെ ചർച്ചയിൽ ഏതായാലും പിന്നീട് വരും. അതെ, സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീറിൻ്റെതാണ് ഫത്തഹുൽ മുഈൻ. ഓക്കെ, ഇനി ഫത്തഹുൽ മുബീനോ? അതും ഒരു കേരളക്കാരൻ തന്നെ എഴുതിയിട്ടുള്ളതാണ്. ഖാലി മുഹമ്മദ് അൽ കാലിക്കൂത്തി. ഖാലി മുഹമ്മദിൻ്റെതാണ് ഫത്തഹുൽ മുബീൻ. ഇതൊക്കെ സാധാരണഗതിയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഗ്രന്ഥങ്ങളാണ്, ഓർത്തു വെക്കുക. അപ്പൊ ഫത്തഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂം അസ്വഗീറിൻ്റെതാണ്. ഫത്തഹുൽ മുബീൻ ഖാലി മുഹമ്മദ് അൽ കാലിക്കൂത്തി അദ്ദേഹത്തിൻ്റെതാണ്. ഓക്കെ, അപ്പൊ ഫത്തഹുൽ ബാരിയാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനോട് അനുബന്ധമായി നമ്മൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഇതിനോട് കൂടെ തന്നെ ചേർത്ത് ചിലതൊക്കെ ഓർത്തു വെച്ചാൽ പിന്നീട് നമുക്ക് എപ്പോഴും മനസ്സിൽ നിൽക്കാൻ സഹായകമാവും. ഇപ്പൊ ഇവിടെ ഈ സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹ്, അതിൽ പ്രധാനപ്പെട്ടത് 3 നമ്മൾ ഓർത്തു വെക്കണം. കാരണം നമുക്ക് സാധാരണ ഈ ഒരു ലിറ്ററേച്ചറിന്റെ ഏരിയയിൽ പഠിക്കാനുള്ള
മൂന്നാളുകളായതുകൊണ്ട്. ഒന്നിപ്പോ ഈ ഫത്ഹുൽ ബാരി എഴുതിയിട്ടുള്ള ഇബ്നു ഹജർ അൽ അസ്കലാനി തന്നെ. പിന്നെ രണ്ടാമത്തെ ഒരു ഷറഹ് അത് ഔനുൽ ബാരിയാണ്. ഔനുൽ ബാരി ഇതാരാണ് എഴുതിയിട്ടുള്ളത്? ഔനുൽ ബാരി ആർക്കും പറയാം? ഓക്കെ, സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖന്നൂജി, ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ സാഹിത്യകാരനാണ്. അപ്പോ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ഔനുൽ ബാരി. സ്വഹീഹുൽ ബുഖാരിയുടെ തന്നെ ഷറഹാണ്. പക്ഷെ അത് കുറച്ച് ഷോർട്ടായ രൂപത്തിലാണ് ആ ഒരു ഷറഹ്. ഇനി വേറൊരു ഷറഹ് കൂടിയുണ്ട്, അതാണ് ഫൈലുൽ ബാരി. ഫൈലുൽ ബാരി ഫൈലുൽ ബാരി ആരാണ് എഴുതിയിട്ടുള്ളത്? സ്വഹീഹുൽ ബുഖാരിയുടെ തന്നെ ഷറഹാണ് ഫൈലുൽ ബാരി എന്ന് പറയുന്നത്. അതാരാണ് എഴുതിയത്? ഓക്കെ, ഇതാണ് നേരത്തെ അൻവർ ഷാ അൽ കശ്മീരി എന്ന് പറഞ്ഞല്ലോ. അൻവർ ഷാ കശ്മീരി എഴുതിയിട്ടുള്ള സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹാണ് ഫൈലുൽ ബാരി. അപ്പോൾ ഇങ്ങനെ ഒരേ രൂപത്തിലുള്ള പേരുകൾ നമ്മൾ എന്തായിരുന്നാലും ഓർത്തു വെക്കണം. പ്രത്യേകിച്ച് ഈ രണ്ടാളുകൾ ഇന്ത്യൻ പണ്ഡിതന്മാരാണ്, സിദ്ദീഖ് ഹസൻ ഖാനും അൻവർ ഷാ അൽ കശ്മീരിയും. അപ്പൊ അതുകൊണ്ട് തന്നെ അതും പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഓർത്തു വെക്കാം. ഇനി അടുത്തൊരു ചോദ്യം, അസുന്നത്തു വ മക്കാനത്തുഹ ഫി തശ്രീഇ അൽ ഇസ്ലാമി. ഇതിപ്പോ ഹദീസുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പുസ്തകമാണെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് കിതാബുൻ മഷ്ഹൂറുൻ ഫിൽ മുദാഫഅത്തി അനിസ്സുന്ന. മുഅല്ലിഫു ഹാദൽ കിതാബ് എന്ന് വെച്ചാൽ ഇസ്ലാമിക പിന്നെ സുന്നത്ത് അല്ലെങ്കിൽ പ്രവാചകരുടെ ഹദീസിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ഒരു പുസ്തകമാണ് ഈ പറയപ്പെട്ട പുസ്തകം, അസുന്നത്തു വ മക്കാനത്തുഹ ഫി തശ്രീഇ അൽ ഇസ്ലാമി എന്ന് പറയുന്ന പുസ്തകം. ആരാണത് രചിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഒരു പക്ഷെ അറിയില്ല എങ്കിലും നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. ഇവിടെ നെഗറ്റീവ് മാർക്കൊന്നുമില്ല. അപ്പൊ ഇനി അഥവാ അവിടെ തെറ്റിയാലും നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് എന്ത് ചെയ്യാം, പിന്നീട് ഓർത്തു വെക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോ ആൻസറുകൾ വരുന്നുണ്ട്. ഓപ്ഷൻ എ, അതേപോലെ തന്നെ ഓപ്ഷൻ ഡി. എയും ഡിയുമാണ് പലരും ആൻസർ ചെയ്യുന്നത് അല്ലെ. എ എന്ന് പറയുമ്പം നാസറുദ്ദീൻ അൽ അൽബാനി, അദ്ദേഹം ഒരു ഹദീസ് പണ്ഡിതനാണ്, സമീപകാലത്ത് മരണപ്പെട്ട ആളാണ്, പ്രസിദ്ധനായ മുഹദ്ദിസാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെതല്ല ഈ ഗ്രന്ഥം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. മുസ്തഫ അസ്സബായി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ചുരുങ്ങിയിട്ട് ആ രൂപത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, മുസ്തഫ അസ്സബായി, മുസ്തഫ ഹസനി അസ്സബായി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. ഇനി അദ്ദേഹത്തെ കുറിച്ച് വിശദമായിട്ട് നിങ്ങൾ പിന്നീട് നോക്കുക. അദ്ദേഹം ഒരു ഈജിപ്തിലെ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന സംഘടനയുടെയൊക്കെ ആളാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ പല പുസ്തകങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പുസ്തകമാണ് ഇപ്പോൾ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്, അസുന്നത്തു വ മക്കാനത്തുഹ ഫി തശ്രീഇ അൽ ഇസ്ലാമി എന്ന് പറയുന്ന ഗ്രന്ഥം. ഓക്കെ, കാറ്റഗറി 3യിൽ ചോദിച്ച ഒരു ചോദ്യമാണിത്. സിമ്പിളായൊരു ചോദ്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ താഴെ വരുന്ന സൂറത്തുകളൊക്കെ അതിൻ്റെ ഒരു ആശയങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിലും നമ്മൾ നോക്കേണ്ട ആളുകളാണ്. അപ്പോൾ ഏതായാലും കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുകൂടി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് അർത്ഥം. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ അല്ലെ, സൂറത്ത് അബസയുടെ തുടക്കത്തിൽ തന്നെ വന്ന ഒരു ഭാഗമാണ്. അപ്പൊ അവിടെ ഒരു അന്ധനായ ആളിൽ നിന്ന് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രവാചകർ പിന്തിരിഞ്ഞു, മുഖം ചുളിച്ചു എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരാണ് ആ അന്ധനായ ആൾ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. സി തന്നെയാണ് കറക്റ്റ് ആൻസർ. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന സ്വഹാബിയാണ്. അപ്പൊ ഇതേപോലെ ചെറിയ സൂറത്തുകളിൽ വന്ന പല ഏരിയകളുമായി സാധാരണ ചോദ്യം വരാറുണ്ട്. ഇപ്പോ കേട്ടിട്ട് തന്നെ സൂറത്തുൽ മസദുമായി ബന്ധപ്പെട്ട് 3 തവണ എങ്ങാനും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോ ഫീജി ദിഹ ഹബലും മിൻ മസദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ത്രീ ആരാണ്
എന്ന രൂപത്തിലൊക്കെ 2-3 തവണ കേട്ടിട്ടും തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ സൂറത്തുകൾ, അതേപോലെ തന്നെ ചെറിയ സൂറത്തുകളിലെ ചില പിന്നെ ആയത്തുകൾ കൊടുത്തിട്ട് ചിലപ്പോൾ ചോദിക്കും ഇത് ഏത് സൂറത്തിലാണ്. അപ്പൊ നമുക്ക് സൂറത്തൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും പിന്നെ ആയത്ത് ചോദിക്കുകയാണെങ്കിൽ ഓതി നോക്കിയാൽ സൂറത്ത് കിട്ടും. പക്ഷേ ചിലപ്പോൾ പേര് നമുക്ക് അത്ര തന്നെ ഓർമ്മയിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ പേരൊക്കെ നമ്മൾ നോക്കി വെക്കുന്നത് നല്ലതാണ്. അല്ലെ? ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ പെട്ടെന്ന് നമ്മോട് ചോദിക്കാണ് എന്താണ് പറയാ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. ഇത് ഏത് സൂറത്തിലെ വചനമാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ വേഗം ഇദാ ജാഅ എന്ന് പറയും. അല്ലെ? അപ്പൊ ഇദാ ജാഅ, അതെ ഇദാ ജാഅ എന്ന് വെച്ചാണ് തുടങ്ങുന്നത്. പക്ഷെ ആ സൂറത്തിന്റെ പേരതല്ല. അതെ, സൂറത്തുൻ നസ്ർ ആണ് പേര്, സൂറത്തുൻ നസ്ർ. അപ്പൊ ചിലപ്പോൾ ഓപ്ഷനിൽ നമുക്കതൊരു ഐഡിയ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഓർമ്മയിലില്ലെങ്കിൽ സൂറത്തുൽ ഫതഹ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം ഫതഹ് എന്ന് കൊടുക്കും. പക്ഷെ സൂറത്തുൽ ഫതഹ് എന്ന് പറഞ്ഞ വേറൊരു സൂറത്ത് തന്നെയുണ്ട്. അപ്പൊ ഇതില് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് എന്നുണ്ടല്ലോ, അപ്പൊ ഫതഹ് എന്നായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ആൻസറിലേക്കൊക്കെ പോകും. അപ്പോൾ ആ രൂപത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ 2024 തന്നെ നടന്ന LP ആണെന്ന് തോന്നുന്നു, PSC എക്സാമിന് തന്നെ ഒരു ചോദ്യം സൂറത്തുൽ മാഊനിൽ നിന്നുള്ള ഒരു ആയത്തെടുത്ത് കൊടുത്തിട്ട് ചോദിച്ചിരുന്നു ഇത് ഏത് സൂറത്തിലുള്ളതാണ്. അപ്പോ നമുക്ക് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ പേരുകൾ അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എല്ലാം ഒരേപോലെ ആയിരിക്കും, നമ്മൾ തെറ്റിച്ച് കളയും എന്നർത്ഥം. അപ്പൊ അതുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇവിടെ വേറൊരു ചോദ്യം. വൈദാ തവല്ല സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയഹ്ലുകൽ ഹർത്ത് വൻ നസ്ൽ. ഇവിടെ ഈ ഹർഫ് അതേപോലെ നസ്ൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വൈദാ തവല്ല സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വൻ നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ് എന്നാണ് ഇപ്പോ ഇതിന്റെ പൂർണ്ണമായ ആയത്തിന്റെ രൂപം. ഓക്കെ, സൂറത്തുൽ ബഖറയിലെ 205-ാമത്തെ വചനമാണിത്. അപ്പൊ ഇവിടെ ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, മുഫസ്സിറുകളൊക്കെ നൽകിയതായിട്ട് കാണാം. ഹർഫ് എന്ന് പറഞ്ഞാൽ അന്നിസാ അല്ലെങ്കിൽ അൽ മർഅ എന്നാണ് അർത്ഥം ഹർഫ്. അതേപോലെ തന്നെ അത് പല വ്യാഖ്യാനങ്ങൾ ഉണ്ട് കേട്ടോ. നസ്ല് എന്ന് പറഞ്ഞാൽ അൽ ഔലാദ്, ഔലാദ് എന്ന് വെച്ചാൽ മക്കൾ. അപ്പോ അങ്ങനെ വരികയാണെങ്കിൽ ഇത് ഏതായിരിക്കും വരിക? ഓപ്ഷൻ ഹറഫ് എന്ന് പറയുമ്പോൾ അന്നിസാ, അന്നസൽ എന്ന് പറയുമ്പോൾ അൽ ഔലാദ്. അല്ല, ഷുയൂഖ് എന്ന് പറഞ്ഞാൽ ശരിക്ക് പ്രായമായവരല്ലേ ഷുയൂഖ്. അയ്യാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അയ്യാൽ ഫാമിലിക്കാണ് പറയാ. അപ്പൊ അതാണ് ഒന്നുകൂടെ അവിടെ ആപ്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി അൽ അയ്യാൽ എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഫൈനൽ ആൻസർക്ക് വന്നിട്ടുണ്ടാവും, അതിൽ നോക്കിയാൽ മനസ്സിലാവും. ഓപ്ഷൻ ബി ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. എന്ന് വെച്ചാൽ ഇതിലിപ്പോ മുഫസ്സിറുകളായിട്ടുള്ള ഇപ്പോ താബിഈ പണ്ഡിതനായിട്ടുള്ള ഇമാം മുജാഹിദ് അതേപോലുള്ള പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടതായിട്ട് കാണാം അൽ ഹറസു അന്നിസാ വൻ നസ്ൽ ഔൽ ഔലാദ് എന്ന രൂപത്തിലൊക്കെ വ്യാഖ്യാനം നൽകിയതായിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഓപ്ഷൻ ബി ഇവിടെ അൽ അയാൽ എന്നിവിടെ കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പോ ആദ്യം സത്യവിശ്വാസികളുടെ പ്രാർത്ഥന, പിന്നെ അതിനുശേഷം ഭൗതിക ജീവിതത്തിൽ മാത്രം നന്മ ലഭിക്കണം എന്ന രൂപത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന
ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ റബ്ബ് പറയുന്നതാണിത്. വൈദാ തവല്ല സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹ വയുഹ്ലികൽ ഹറസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അവൻ തിരിഞ്ഞു പോയാലാവട്ടെ ഭൂമിയിൽ പരിശ്രമം നടത്തുകയായി, അധ്വാനിക്കുകയായി, അതിലെന്തെയും അവനൊന്നും നോക്കൂല, നാശം അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കാനും പിന്നെ മൊത്തം. അതിലിപ്പം ഹെറത്തിന് സാധാരണ വിളക്ക് സാധാരണ പറയാറുണ്ട്. അതേപോലെ തന്നെ പിന്നെ നസ്ർ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഔലാദ്, സന്തതികൾ എന്ന അർത്ഥത്തിൽ. അപ്പൊ മൊത്തത്തിൽ നാശമുണ്ടാക്കാൻ എന്ന അർത്ഥത്തിൽ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവനെത്തും. അങ്ങനെയുള്ള നശിപ്പിക്കുന്ന നാശകാരികളായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല താനും എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണമായ അർത്ഥം. ഓക്കെ, 1-2 ചോദ്യങ്ങൾ കൂടെ ഉള്ളൂ. വഅല സലാസത്തില്ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർള് മനില്ലദീന തഖല്ലഫു അനിൽ ജിഹാദ്. ഒരു പ്രസിദ്ധമായ ഒരു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണിത്. നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. തെറ്റിയാലൊന്നും കുഴപ്പമില്ല. 3 ആളുകളെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ 3 ആളുകൾ എന്ത് ചെയ്തു? ഏതോ ഒരു യുദ്ധത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. അപ്പോ അവരെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഒരു ആയത്താണിത്. ഓക്കെ, ആൻസറുകൾ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ജാബിർ ഇബ്നു അബ്ദില്ല, മുറാറത്ത് ഇബ്നു റബിയ, കഅബ് ഇബ്നു മാലിക്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഹിലാൽ ഇബ്നു ഉമയ്യ, അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, കഅബ് ഇബ്നു മാലിക്. മൂന്നാമത്തത് ഹിലാൽ ഇബ്നു ഉമയ്യ, മുറാറത്ത് ഇബ്നു റബിയ, കഅബ് ഇബ്നു മാലിക്. പിന്നെ ഹിലാൽ ഇബ്നു ഉമയ്യ, മുറാറത്ത് ഇബ്നു റബിയ, മിസ്തഹ് ഇബ്നു അസാസ്. അങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. ഓക്കെ, ഈ സംഭവം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഈ വചനം ഇറങ്ങിയിട്ടുള്ളത്? ആർക്കെങ്കിലും അറിയാം? ആർക്കും പറയാം. ഈ 3 ആളുകൾ ആര് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഖന്തഖ് അല്ല, വേറെ ഏതെങ്കിലും? ഓക്കെ, ഗസ് ചെയ്ത് നോക്കാം. തെറ്റിയാലൊന്നും കുഴപ്പമില്ല. ഹുനൈന്, ഉഹദ്. ഓക്കെ, ഇനിയിപ്പം എല്ലാ യുദ്ധങ്ങളുടെയും പേര് നമുക്ക് ഇങ്ങനെ എണ്ണി നോക്കേണ്ടി വരും അല്ലെ? ശരി, ഒരു ക്ലൂ ഞാൻ പറയാം. ഓക്കെ, ഒരു ക്ലൂ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത ആളാണ് അലി റളിയല്ലാഹു അൻഹു. ഒരൊറ്റ യുദ്ധത്തിലാണ് അദ്ദേഹം പങ്കെടുക്കാത്തത്. അതെ, തബൂക്ക് യുദ്ധമാണ്. അപ്പോ ആ യുദ്ധം തന്നെയാണ് ഇതും, തബൂക്ക് യുദ്ധം, ഗസ്വത്ത് തബൂക്ക്. ഓക്കെ, അപ്പൊ ഈ തബൂക്ക് യുദ്ധം എന്താ വെച്ചാൽ കുറച്ച് ഈ സാധാരണഗതിയിൽ അവിടെ ഇവര് നല്ല ചൂടുള്ള സമയത്താണ് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെടാനുള്ള ആഹ്വാനം ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ആഹ്വാനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ശരിക്കും എല്ലാവരും പുറപ്പെടണം, അതാണ് അതിന്റെ വിധി. പക്ഷെ എന്ത് ചെയ്തു വെച്ചാൽ ആ സമയത്ത്, ഈ ചൂടുള്ള സമയത്ത് തന്നെയാണ് സാധാരണഗതിയിൽ അവിടെ എന്ത് ചെയ്യുക, ഈ പിന്നെ വിളവെടുപ്പ് ഉണ്ടാവുക, കാരക്കയുടെ വിളവെടുപ്പൊക്കെ ഉണ്ടാവുക. അപ്പോ 3 ആളുകൾ അതിൽ നിന്ന് എന്ത് ചെയ്തു? അതിനേക്കൊന്നും പോവാതെ അവര് പിന്തിരിഞ്ഞു നിന്നു. അങ്ങനെ പിന്നെ യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും തിരിച്ചു വന്നു. അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ അവിടെ 2 റക്അത്ത് നമസ്കരിച്ച് പള്ളിയിൽ ഇരിക്കുകയാണ്, നബിയും അനുചരന്മാരും. അപ്പോ ഈ 3 ആളുകൾ ഒഴികെ വേറെ കുറെ ആളുകൾ ഇതേപോലെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഏകദേശം 80ഓളം ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അവര് കളവ് പറഞ്ഞ് തങ്ങൾ വരാത്തതിന്റെ ഓരോരോ കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഈ 3 ആളുകൾ സ്വഹാബികളാണ്. അവർ കളവ് പറയാന് അവരെന്ത് ചെയ്തില്ല? തുനിഞ്ഞില്ല. കാരണം അവർക്ക് ആ വിഷയത്തിൽ ഏതായാലും പേടിയായി. അപ്പൊ അവരെന്ത് ചെയ്തു വെച്ചാൽ പ്രവാചകരോട് വന്ന് ഉള്ള കാര്യം പറഞ്ഞു. പ്രവാചകരെ, പിന്നെ ഞങ്ങള് ഈത്തപ്പന തോട്ടങ്ങളിലൊക്കെ കുലകൾ പഴുത്ത് പാകമായി വരുന്ന പ്രത്യേകാവസ്ഥയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ ഇതിലേക്ക് പുറപ്പെടാനുള്ള കൽപ്പന വന്നത്. അപ്പോ ഞങ്ങള് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം, ഇത് പോവേണ്ട എന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിച്ചു നിന്നു. പക്ഷെ അപ്പോഴേക്ക് എന്ത് ചെയ്തു?
സ്വഹാബത്തും അതേപോലെ പ്രവാചകരൊക്കെ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ പിന്നെ ഇവർക്ക് പോവാൻ സാധിക്കാതെ വന്നതാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഇവർക്കുള്ള ഇതിനെന്തെങ്കിലും പ്രത്യേകമായ നിയമമുണ്ടോ, ഇവർക്ക് എന്തെങ്കിലും ശിക്ഷ നൽകേണ്ടതുണ്ടോ എന്നതിന് വഹയി വരാൻ പ്രവാചകർ കാത്തു നിന്നു. അങ്ങനെ അള്ളാഹുവിന്റെ വഹയി വന്നു. എന്ന് വെച്ചാൽ ഇവർക്ക് ആരും ഇവരോട് എന്ത് ചെയ്യരുത്, ഒരു സഹകരണവും ഉണ്ടായിരുന്നു, നിസ്സഹകരണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ എത്രത്തോളം വെച്ചാൽ ഇവർക്ക് ആരും ഇവരോട് മിണ്ടാത്ത അവസ്ഥയുണ്ടായി. സലാം പറഞ്ഞാല് മടക്കുകയോ പരിഗണിക്കുകയോ ചെയ്തില്ല. അവസാനം ഇവരെ സംബന്ധിച്ച് ആ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഭൂമി അങ്ങേയറ്റം കുടുസുള്ളതായി അനുഭവപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഒരാളും മിണ്ടുന്നില്ല. പിന്നെ വീട്ടിലും അതേ രൂപത്തിൽ എന്ത് ചെയ്തു, ഈ രൂപത്തിലുള്ള നിസ്സഹകരണം പിന്നെ പ്രവാചകർ പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഏകദേശം 50 ദിവസം കഴിഞ്ഞപ്പോഴാണ് അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചതായ വാർത്ത നൽകുന്നത്. അപ്പൊ അതില് പറയപ്പെട്ട 3 ആളുകളാണ് ഇതിലെ ഓപ്ഷൻ സി. എന്ന് വെച്ചാൽ ഹിലാലുബിന് ഉമയ്യ, മുറാറത്തുബിന് റബിയ, കഅബുബിന് മാലിക്. കഅബുബിന് മാലിക്, മുറാറത്തുബിന് റബിയ, ഹിലാലുബിന് ഉമയ്യ, ഈ 3 പേരാണ് ആ ഒരു സൂറത്തിൽ അല്ലെങ്കിൽ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ആളുകൾ. അവരാണ് ഈ ഒരു യുദ്ധത്തിൽ നിന്നും മാറി നിന്നിട്ടുള്ള ആളുകൾ. തബൂക്ക് യുദ്ധത്തിൽ നിന്നാണ് മാറി നിന്നിട്ടുള്ളത്. ഇത് ഏത് സൂറത്തിലാണെന്ന് അറിയാം? ഇത് പരാമർശിച്ചിട്ടുള്ളത് സൂറത്തു തൗബയിലെ 118-ാമത്തെ വചനമാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ആ ചരിത്ര സംഭവം കൂടി ഒന്ന് മനസ്സിലാക്കലാവാൻ സാധിക്കും. ഇനി അടുത്തൊരു ചോദ്യം. ഇഷ്തഹറ ഹസ്സാൻ ബിൻ സാബിത്ത് ബി. ഹസ്സാൻ ബിൻ സാബിത്ത് പ്രസിദ്ധി നേടി ഏതിലാണ് എന്നുള്ളതാണ്. ഷാഇറുൽ അസാൽ, ഷാഇറുൽ റസൂൽ, ഷാഇറുൽ വസ്ഫ്, ഷാഇറുൽ ഫഖർ. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ ബി ആണ് ഷാഇറുർ റസൂൽ. അല്ലെ, ഷാഇറുർ റസൂൽ എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് ഹസ്സാൻ ബിൻ സാബിത്ത്. അപ്പോ ഇത് കാറ്റഗറി 3ക്ക് ചോദിച്ചതാണ്. ഇനി കാറ്റഗറി 4ന് ഒരു കവിത എടുത്തു കൊടുത്ത് അല്ലെങ്കിൽ അതിലൊരു വരി കൊടുത്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ന റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ഇത് ആരാണ് ഈ വരി പാടിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആണ്, കഅബ് ഇബ്നു സുഹൈർ. അപ്പോ ഇവിടെ ഇപ്പൊ 2 ആളുകളെ കുറിച്ച് ചോദിച്ചു. ഈ 2 ആളുകളും ഇസ്ലാമിക കാലഘട്ടത്തിൽ ഷഅറിന്റെ ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ള ആളാണ്. അതോടൊപ്പം ഇവരുടെ 2 പേരുടെയും പ്രത്യേകത, ഇവർ മിനശ്വാറയിൽ മുഖ്ലറമീൻ, മുഖ്ലറമൂൻ കവികളിൽപ്പെട്ട ആളുകളാണ് ഇവർ 2 പേരും. ആരാണ് മുഖ്ലറമൂൻ കവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജാഹിലി കാലഘട്ടത്തിലും ജീവിച്ചു, ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ചു. 2 കാലഘട്ടത്തിലും ജീവിക്കുകയും 2 കാലഘട്ടത്തിലും കവിത രചിക്കുകയും ചെയ്ത ആളുകൾക്കാണ് അശ്ശോറ ഉൽ മുഖ്ലറമൂൻ എന്ന് പറയാം. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട 4 ആളുകളാണ് വരുന്നത്. ഹസ്സാൻ ഇബ്നു സാബിത്ത്, കഅബ് ഇബ്നു സുഹൈർ, ഹുതൈഅ, അൽ ഖൻസാ. ഈ 4 ആളുകളെ കുറിച്ച് എന്തായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പിന്നീട് പഠിക്കാം. ഞാൻ ഇതൊന്ന് ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എന്തായിരുന്നാലും ഈ ആളുകളെ കുറിച്ച് നോക്കണം. ഇവരൊക്കെ കുറിച്ച് സാധാരണഗതിയിൽ എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 4 ആളുകളെയും കുറിച്ച് നമ്മൾ എന്തായിരുന്നാലും നോക്കണം. അതിലിപ്പോ 2 ആളുകളെ കുറിച്ച് നമ്മൾ കണ്ടു. ഹസ്സാൻ ഇബ്നു സാബിത്തിനെ കുറിച്ച് ഷാഇറുർ റസൂൽ എന്ന് ചോദിച്ചു. കഅബ് ഇബ്നു സുഹൈറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതാ സമാഹാരമാണ് ബുർദ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ബാനത് സുആദ് എന്ന തുടങ്ങുന്ന കവിത. പ്രവാചകരെ ആദ്യം മദ്ഹ് ചെയ്തുകൊണ്ട് പാടുന്ന ഒരു വരിയാണത്. അപ്പൊ അതില് അദ്ദേഹം ആരംഭിക്കുന്നത് ബാനത് സുആദ് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബാനത് സുആദ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ആ കവിത പാടിക്കഴിഞ്ഞ ശേഷം പ്രവാചകർ തന്റെ പുതപ്പെടുത്തുകൊണ്ട് കഅബ് ഇബ്നു സുഹൈറിനെ പുതപ്പിക്കുന്നത് കൊണ്ട് ബുർദ എന്ന പേരിൽ കൂടി ആ ഒരു കവിത അറിയപ്പെടുന്നുണ്ട്. ബുർദത്തു കഅബ് ഇബ്നു സുഹൈർ. ഓക്കെ, ശരി. പിന്നെ അതേപോലെ ഹുതൈഅ, ഖൻസ, ഇവരെ കുറിച്ച് നമ്മൾ എന്തായിരുന്നാലും നോക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള അവസാനത്തെ ചോദ്യം ഇതാക്കാം. നഹ്ജുൽ ബലാഗ, മജ്മുഅത്തുൽ ഖുതബ് ലി. നഹ്ജുൽ ബലാഗ എന്ന് പറയുന്നത്
ഖുത്ബകളുടെ സമാഹാരമാണ് ആരുടെ എന്നുള്ളതാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി, സിയാദ് ഇബ്നു അബീഹി, അലി ഇബ്നു അബി ത്വാലിബ്, ഉമർ ബിൻ ഖത്താബ്. ഇതിൽ ആരുടെ ഖുത്ബയാണ് നഹ്ജുൽ ബലാഗ? ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തത് കറക്റ്റ് ആണ്, അലി ഇബ്നു അബി ത്വാലിബ്. ഇനി ഇതേ ചോദ്യം തന്നെ 2023 LP എക്സാമിന് ഇങ്ങനെയാണ് ചോദിച്ചത്. സ്വാഹിബു കിതാബ് നഹ്ജുൽ ബലാഗ, നഹ്ജുൽ ബലാഗയുടെ സ്വാഹിബ് ആരാണ്? അപ്പൊ ഇവിടെ നോക്കൂ, ഓപ്ഷനിൽ അലി റളിയല്ലാഹു അൻഹു തന്നെ ഇല്ല. അപ്പൊ ആരാണ് ഇതിന്റെ ആൻസർ വരിക? ഓക്കെ, അപ്പൊ രണ്ടും ചോദ്യം വ്യത്യാസമുണ്ട്. ഒന്നെന്താ വെച്ചാൽ ആരുടെ ഖുത്ബയാണെന്നാണ് നേരത്തെ ചോദിച്ചിട്ടുള്ളത്. അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖുത്ബകളാണ്. പക്ഷേ ഈ നഹ്ജുൽ ബലാഗ എന്ന പുസ്തകം വേറൊരാളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്രോഡീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖുത്ബകൾ എന്ന പേരിൽ മറ്റൊരാളാണ് എഴുതിയിട്ടുള്ളത്. അയാളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ചോദ്യം വന്നിട്ടുള്ളത്. അതാരാണ്? ഓപ്ഷൻ ബി ആണ്. എന്ന് വെച്ചാൽ അഷ്ഷരീഫ് അർ റളി എന്ന് പറയുന്ന അബ്ബാസി കാലഘട്ടത്തിലെ പ്രസിദ്ധനായ ഒരു കവിയാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖുത്ബകൾ എന്ന പേരിലുള്ള ആ ഒരു പുസ്തകം സമാഹരിച്ചിട്ടുള്ളത്, നഹ്ജുൽ ബലാഗ എന്ന പേരിൽ. അപ്പൊ ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഷരീഫ് റളി അത് ക്രോഡീകരിച്ച് പുസ്തകമാക്കിയ ആളാണ്. ഖുത്ബ ആരുടേതെന്ന് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖുത്ബകളാണ്. ഓക്കെ, അപ്പോ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ജാഹിലി ലിറ്ററേച്ചറിൽ നിന്നും ഇസ്ലാമിക ലിറ്ററേച്ചറിൽ നിന്നുമാണ് കാര്യമായി ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി ഇതേ ഏരിയയിൽ തന്നെ ഉമവി ലിറ്ററേച്ചർ കൂടി വരേണ്ടതുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഇത്തവണ കാറ്റഗറി 3ക്കും 4നും ചോദ്യങ്ങൾ വന്നിട്ടില്ല. എന്നാൽ സാധാരണഗതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ജരീർ, അഖ്ത്വൽ, ഫറസ്ദഖ് ഇവരൊക്കെയായി ബന്ധപ്പെട്ട് എന്തായിരുന്നാലും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്തായിരുന്നാലും നോക്കി വെക്കണം. അതുപോലെ തന്നെ അക്കാലഘട്ടത്തിലെ പ്രസിദ്ധരായ ഖത്തീബുമാർ സിയാദ് ഇബ്നു അബീഹി, ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അതുപോലെ തന്നെ സഹബാൻ വായിൽ, ത്വാരിഖ് ഇബ്നു സിയാദ്. നേരത്തെ നമ്മൾ ഓപ്ഷനിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കുറിച്ചാണ് പിന്നെ നമുക്ക് ആ ഏരിയയിൽ പഠിക്കാനുള്ളത്. എന്തായിരുന്നാലും ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഏരിയകളാണ്. അതൊക്കെ വിശദമായി വരും ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ ഈ 2 എക്സാമുകളിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് എന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ബാക്കി ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഇത്രയും സമയം വളരെ ആക്റ്റീവായി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്ഗാഇക്കും വ ഇലാഹുന അത്റുകുക്കും ഫി റായത്തില്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.